ഒന്നുമില്ലായ്കയിൽ നിന്നെ സൃഷ്ടിച്ചു പുത്രനെ തന്നു രക്ഷിച്ചു നീ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൂടെ ശുദ്ധമുള്ള നടത്തി ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വിശിഷ്ടാതിഥിയായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ലെനിയച്ചൻ ആൻഡ് കൊച്ചമ്മ, മമ്മി, മൊത്തം ഫാമിലി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചർച്ച് മെമ്പേഴ്സ്, കഴിഞ്ഞ 4 വർഷത്തിന് ഉള്ളിൽ അച്ഛൻ്റെ കാലയളവിൽ നമ്മൾ 12 ഫാമിലിക്കാണ് ഈ പള്ളിയിൽ നിന്ന് ഫെയർവെൽ കൊടുത്തത്. ഇന്ന് 13ാമത്തെ ഫാമിലി, അതായത് നമ്മുടെ ഇടവക വികാരിക്ക് ഫെയർവെൽ കൊടുക്കുവാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ലെനിയച്ചൻ 2020 സെപ്റ്റംബർ മാസമാണ് ഗാസിവാദ് പള്ളിയിൽ നിന്നും നമ്മുടെ പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. അച്ഛൻ ഇന്ന് പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ കൊറോണ മഹാമാരിയുടെ ഒരു വല്ലാത്ത കാലഘട്ടത്താണ് അച്ഛൻ നമ്മുടെ പള്ളിയിൽ ജോയിൻ ചെയ്യുന്നത്. വളരെ വളരെ ബുദ്ധിമുട്ടുകൾ അച്ഛന് സഹിക്കേണ്ടി വന്നു. ആദ്യം തൊട്ട് പല ശവസംസ്കാര ശുശ്രൂഷകളും അച്ഛൻ സ്വന്തം ജീവന് പോലും ബലി കൊടുത്തിട്ടാണ് അച്ഛൻ നടത്തിയത്. അതിന് അച്ഛന് കരുത്ത് കൊടുത്ത ദൈവം തമ്പുരാനെ ഞാൻ സ്തുതിക്കുകയാണ്. ആദ്യത്തെ 2 വർഷം നമ്മുടെ പള്ളിയിൽ നമുക്ക് ക്രിസ്മസ് കരോൾ വീടുകളിൽ പോയി നടത്തുവാൻ സാധിച്ചില്ല, കൊറോണയുടെ കാലഘട്ടമായതുകൊണ്ട്. അത് കഴിഞ്ഞത്തെ 2 വർഷം നല്ല രീതിയിൽ നമ്മൾ ക്രിസ്മസ് കരോൾ വീടുകളിൽ പോയി നടത്തുവാൻ സാധിച്ചു. പള്ളി പെരുന്നാൾ, പാരീഷ് ഡേ, എല്ലാവിധ ഫംഗ്ഷനുകളും 4 വർഷം നല്ല രീതിയിൽ അച്ഛൻ മാനേജ് ചെയ്ത് നടത്തുകയായിരുന്നു. ചർച്ച് ഫാമിലി മെമ്പേഴ്സിൻ്റേതായിട്ട് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ നൈനിറ്റാൽ ഒരു പിക്നിക്കിന് അച്ഛൻ്റെ ഇവിടെ നമ്മൾ പോവുകയുണ്ടായി. അത് നല്ല രീതിയിൽ നമുക്ക് നടത്തുവാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം ഓണം പ്രോഗ്രാം ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ നമ്മൾ മാനേജ് ചെയ്ത് നടത്തുവാൻ സാധിച്ചു. അച്ഛനൊരു ഭാഗ്യമുണ്ട്, കാരണം ഇവിടുത്തെ പഴയ അച്ഛന്മാർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം. കാരണം ഈ 4 വർഷം ഈ പള്ളിയിൽ എന്തൊക്കെ പ്രോഗ്രാം നടന്നിട്ടുണ്ടോ എല്ലാ പ്രോഗ്രാമിൻ്റെയും വീഡിയോ, ഫോട്ടോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. അച്ഛൻ എവിടെ പോയി കഴിഞ്ഞാലും അച്ഛൻ നമ്മളെ ഓർക്കുവാൻ വേണ്ടി, പഴയ മെമ്മറിക്ക് വേണ്ടി അത് തുറന്നു നോക്കുകയാണെങ്കിൽ അച്ഛനെല്ലാ പഴയ ഓർമ്മകൾ അച്ഛന് കിട്ടുന്നതായിരിക്കും. നമ്മുടെ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ മോഡിഫിക്കേഷൻസ്, പല പല മോഡിഫിക്കേഷൻ ഈ 4 വർഷത്തിനുള്ളിൽ നടക്കുകയുണ്ടായി. ക്ലാസ് റൂമിൽ ഫർണിച്ചർ ചേഞ്ചായി, നല്ലൊരു ലൈബ്രറി മോഡിഫൈ ചെയ്തെടുത്തു. നമുക്ക് സ്കൂളിന് വേണ്ടി ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ റൂമിലെ ഫാനും ട്യൂബും ഇതൊക്കെ ഓടുന്നത് ഗ്രീൻ എനർജി കൊണ്ടാണ്, അതായത് സോളാർ പവർ കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ സംഗതി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് 15 kW സോളാർ പവർ നമ്മുടെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചത്. പോർച്ചിലെ താഴത്തെ ടൈൽസ്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ പെരുന്നാൾ നമുക്ക് റാസയ്ക്ക് വേണ്ടി നമുക്ക് പള്ളിക്ക് ചുറ്റും സ്കൂളിന് ചുറ്റും നമുക്ക് റാസ് നടത്തുവാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നല്ല ഇൻ്റർലോക്ക് ഫിറ്റ് ചെയ്ത് നല്ല കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ നല്ല രീതിയിലുള്ള റാസ് നമുക്ക് നടത്തുവാൻ സാധിച്ചു. പല പല മോഡിഫിക്കേഷൻ ഇവിടെ നടത്തുകയുണ്ടായി. ഏറ്റവും നമ്മുടെ പഴയ ഒരു ആഗ്രഹമായിരുന്ന പാഴ്സനേജിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതും അച്ഛൻ പോകുന്നതിന് മുമ്പ് ഒരുവിധം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ മൈനർ വർക്ക് അതിനകത്ത് ഇനിയും ബാക്കിയുള്ളൂ.
അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൂതാശയിപ്പിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചില്ല. എന്നിരുന്നാലും അടുത്ത പുതിയ അച്ഛൻ വരുമ്പോൾ അതിൻ്റെ കൂതാശ നടത്തുവാൻ സാധിക്കും. ടൈമിൻ്റെ കാര്യം പറഞ്ഞു കഴിച്ച് അച്ഛൻ ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കും. നമ്മൾ വീടുകളിൽ പ്രെയറുണ്ട്. 7 മണി എന്നുള്ള 7 മണിക്ക് നടത്തിയിരിക്കും. ആൾക്കാർ വന്നോ ഇല്ലയോ അത് അച്ഛൻ നോക്കുന്നില്ല. പക്ഷേ അച്ഛൻ പറയും, സപ്പോസ് അച്ഛൻ എന്തെങ്കിലും ട്രാഫിക് ജാമായി കഴിഞ്ഞാൽ പറയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളാം പറയും, പാട്ട് സ്റ്റാർട്ട് ചെയ്തോളാം പറയും. നമ്മൾ ടൈമിൻ്റെ കാര്യത്തിൽ അച്ഛന് ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഇവിടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി മീറ്റിംഗ് 4 വർഷത്തിൽ പ്രാവശ്യം പോലും ഒരു പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു. കാരണം അച്ഛൻ്റെ സ്വഭാവം അതുപോലെ ശാന്തമായൊരു സ്വഭാവമായിരുന്നു. കാരണം അല്ലെങ്കിൽ നോർമലി മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സിന് അച്ഛനുമായിട്ട് പല പല പ്രശ്നങ്ങൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ ഫോണിൽ ബിജു ഇതിൻ്റെ അകത്തൊരു മെസ്സേജ് ഇട്, ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് നമുക്ക് കൂടണം, ഒരു കാര്യം സംസാരിക്കാവുന്നു. ഉടനെ ഓൺലൈൻ മീറ്റിംഗ് നമ്മൾ കൂടി കാര്യം ക്ലിയർ ആക്കും. അല്ലെങ്കിൽ സൺഡേ മീറ്റിംഗ് കോൾ ചെയ്യും, അവിടെ വെച്ച് ഓരോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തു. എന്നാൽ ഈ 4 വർഷക്കാലം നല്ല രീതിയിൽ കമ്മിറ്റി മെമ്പേഴ്സും അച്ഛനുമായിട്ടുള്ള ഇടപെടലുകൾ നല്ല സ്മൂത്തായിട്ടാണ് ഇവിടെ പോകാൻ സാധിച്ചത്. ഭക്തി നിർഭരമായ അച്ഛൻ്റെ കുർബാന ഇനി നമുക്ക് കാണണമെങ്കിൽ ഗ്വാളിയർ പള്ളിയിൽ പോകേണ്ടി വരും. അച്ഛൻ്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി തന്നെ പല ആൾക്കാർ പള്ളിയിൽ വരാറുണ്ടായിരുന്നു. അതും ഇനി നമുക്ക് മിസ്സാകും. മമ്മി അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്, വൈദിക ജീവിതത്തിൻ്റെ. കാരണം അച്ഛൻ്റെ പ്രസംഗത്തിൽ, അത് ഇന്നത്തെ പ്രസംഗത്തിലും മമ്മിയുടെ പേര് വന്നു. ഒരിക്കലും ഒരു പ്രസംഗത്തിൽ മമ്മിയുടെ പേര് പറയാതെ അച്ഛൻ പ്രസംഗം പറയത്തില്ല. കാരണം വൈദിക ജീവിതത്തിൻ്റെ മൊത്തം താങ്ങും തള്ളും മമ്മി തന്നെയാണ്. അനുകൊച്ചമ്മ ഇവിടെ നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേരെ വൈദിക പഠിപ്പിക്കുവാനും മെയിൻ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള കഴിവ് ദൈവം തന്നതിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ജോഷുവ മോൻ നമ്മുടെ പള്ളിയിലെ മധുവയലാണ് ശുശ്രൂഷക്കാരനായിട്ട് ഉള്ള കൈവപ്പ് കിട്ടിയത്. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും മോനും നേരുന്നു. കൊച്ചുമോള് പഠിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് മുമ്പോട്ട് വരണമെന്നും അതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമ്മുടെ സ്കൂൾ നല്ലൊരു റെപ്യൂട്ടേഷനുള്ള സ്കൂള് ആകാൻ സാധിച്ചത് അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. 96%, 93% നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് മാർക്ക് ലഭിക്കുന്നത് 10ലും 10ലും 12ലും ഒക്കെ. നല്ല ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സിനാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ കാലത്ത് നമ്മുടെ ടീച്ചറും ഇന്നത്തെ ടീച്ചറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈലി ക്വാളിഫൈഡ് ടീച്ചറുള്ള കാരണം പിള്ളേരുടെ പഠിത്തവും അതുപോലെ സൂപ്പറായിരിക്കുകയാണ്. നല്ല ക്വാളിഫൈഡുള്ള ടീച്ചറും നല്ല പഠിത്തവും നല്ല റെപ്യൂട്ടേഷൻ നമുക്ക് സ്കൂളിൽ ഇപ്പോഴുണ്ട്. ഈ അടുത്ത ഈ ഏരിയയിലുള്ളിലേക്കും ഏറ്റവും നല്ല സ്കൂളാണ് നമ്മുടെ സ്കൂൾ. കുറച്ചൊരു സ്കൂൾ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറവാണ്, ഇപ്പോൾ 800-നടുത്തേ ഉള്ളൂ. അതും ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയിരിക്കും. വൈദിക ജീവിതത്തിൻ്റെ 4 വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ പീരീഡായിട്ട് അച്ഛൻ ലക്നൗവിൽ നടത്തി. ഞങ്ങളെല്ലാവരെയും കൈപിടിച്ച് നടത്തിയെന്ന് തന്നെ പറയാം. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ഇനിയും ഇവിടെ നിന്ന് പോകുമ്പോൾ ഗ്വാളിയറിലേക്ക് അച്ഛൻ പോവുകയാണ്. പള്ളിയുടെ പേരിലും സൊസൈറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കും. അടുത്തതായിട്ട് ജോയിൻറ്റ് സെക്രട്ടറിയെ 2 വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റവും ബഹുമാന്യരായ ലെനിയച്ചനും കുടുംബവും ഇന്നത്തെ യാത്രയപ്പിനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹമേ, വളരെ നാളുകൾക്ക് ശേഷമാണ് പള്ളിയിൽ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. അച്ഛൻ്റെ ഫെയർവെൽ ആയതുകൊണ്ടാവാം മിക്കവാറും ഒരുപാടുപെട്ട എല്ലാ ആൾക്കാരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് 4 വർഷക്കാലം നമ്മോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി ആരാധന അർപ്പിച്ച് നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അച്ഛനും കുടുംബവും മറ്റൊരു ഇടവകയിലേക്ക് ട്രാൻസ്ഫറായി പോകുന്ന ഈ അവസരത്തിൽ
കഴിഞ്ഞ 4 വർഷക്കാലം അച്ഛൻ ഇടവയ്ക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെ ഓർമ്മിക്കേണ്ടതും നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കേണ്ടതും അതിന് നന്ദി പറയേണ്ടതും നമ്മുടെ കടമയാണല്ലോ. അച്ഛന് ഈ ഇടവയിലേക്ക് വരുന്നത് 2020 സെപ്റ്റംബർ 29 തീയതിയാണ്. അതിനുശേഷമുള്ളതായ ഒരു 1.5 വർഷക്കാലം കോവിഡ് മൂലം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച കാലങ്ങളായിരുന്നു. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു, കോവിഡ് മൂലം ആദ്യമായിട്ട് നമ്മുടെ ഇടവകയിലെ ഒരു അംഗത്തെ നമുക്ക് നഷ്ടപ്പെട്ട ആ ദിവസം. ഒരു ദിവസം കാലത്ത് അച്ഛൻ ഫോൺ ചെയ്യുന്നു, അങ്ങളെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, സെമിത്തേരിയിലേക്ക് വരാൻ പറ്റുമോ? ഞാൻ ജേക്കബ് മക്കളിനോട് പറഞ്ഞിട്ടുണ്ട്, ജേക്കബ് വരാൻ സമ്മതിച്ചിട്ടുണ്ട്, അങ്ങളും കൂടി വന്നാൽ നന്നായിരുന്നു, വേറെ ആരുമില്ല. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, ആരും പുറത്തിറങ്ങാത്ത സമയം. അതേപോലെ കോവിഡ് വിളിക്കുന്നൊരു സമയമായിരുന്നു. ഞാനും പോയി. സത്യം പറയട്ടെ, അന്ന് ആ സെമിത്തേരിയിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് വെറും 4 പേരാണ് ഉണ്ടായിരുന്നത് ആ ശവടക്കത്തിൽ. അത് അച്ഛനും റിജോയും ജേക്കബും ഞാനും. ആ പെട്ടി ഒന്ന് കുഴിയിലേക്ക് ഇറക്കി വെക്കാനായിട്ട് 4 പേര് വേണമല്ലോ, 2 സൈഡിലും കയറി പിടിക്കാനായിട്ട്. ഞാനും ജേക്കബും ഒരു സൈഡിൽ പിടിച്ചു. അവിടെ പണിക്ക് വന്ന കുഴിവെട്ടാൻ വന്ന 2 പേരെ വിളിച്ചാണ് ഞങ്ങൾ മറ്റേ സൈഡിൽ കയറി പിടിച്ചത്. ആ ഒരു സ്ഥിതിയായിരുന്നു. അത് കഴിഞ്ഞിട്ടോ അച്ഛന് പലതരത്തിലുള്ള ആരോഗ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അച്ഛൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നിട്ട് അങ്ങോട്ട് പാഴ്സലിലേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ പ്രായമായ മമ്മിയും കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. അച്ഛൻ ഒറ്റയ്ക്ക് വന്നിട്ട് തനിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ഓഫീസ് റൂമിൽ ക്വാറൻറ്റൈനിലാണ് 7 ദിവസം 14 ദിവസം ഒറ്റയ്ക്ക് കഴിയുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ചുകൊണ്ട്, അതുപോലെ അതിനുശേഷം നടത്തിയ പല മരണങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ കർത്തവ്യം പരിപൂർണമായിട്ട് നിർവഹിക്കുമായിരുന്നു. അച്ഛൻ്റെ ആ ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് അച്ഛന് നമ്മളുമായിട്ട് സഹകരിച്ച് പോയിരുന്നത്. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആദ്യമായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഹൗസ് വിസിറ്റിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ തിരക്കി, അവിടുത്തെ കുട്ടികളുടെ പഠനകാര്യത്തെക്കുറിച്ച് തിരക്കി, ഇനി മുമ്പോട്ട് എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നീ, അവർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക, നീ ഇങ്ങനല്ല ഇങ്ങനെ ചെയ്യേ. പിള്ളേർക്കൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് അച്ഛനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ഛനോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പരാതിയോ പരിഭവമൊക്കെ പറയാനായിട്ട് നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ 4 വർഷത്തെ ഒരുമിച്ചുള്ള ഇതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയ ദേഷ്യത്തിലൊക്കെ ആയിരിക്കും ഫോൺ ചെയ്യുന്നത് അച്ഛനോട് പറയാനായിട്ട്. അപ്പോൾ അച്ഛൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, അങ്കിളെ എന്തുകൊണ്ട് ഇത്രയും സ്നേഹത്തോടെയും ഒരു ഇതുകൂടെ അങ്കിളേന്ന് വിളിച്ച് കഴിയുമ്പോഴത്തെ നമ്മൾ ആ പറയാമെന്ന പരാതി നമ്മൾ മറന്നു പോകുന്നുള്ളതാണ്. എന്താണ് പറയേണ്ടതെന്നുള്ള നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഇതുവരെയായിട്ടും അച്ഛനോട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറയേണ്ടതായിട്ട് വന്നിട്ടില്ല, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് സ്നേഹത്തോടെയും സൗമ്യതയോടെയും കൂടിയാണ് അച്ഛൻ്റെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടവകയിൽ അച്ഛന് ഒരു പ്രശ്നവുമില്ലാതെ ഇത്രയും നാൾ കഴിഞ്ഞു പോകാൻ പറ്റിയത്. അച്ഛൻ്റെ ആ സ്വഭാവത്തിൻ്റെ ഇതാണ്. അച്ഛന് ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല, ഇതുവരെ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും സൗമ്യമായിട്ടാണ് അച്ഛൻ വന്നത് തന്നെ. സാറിന് നമ്മൾ അച്ഛന്മാർ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ എയർപോർട്ടിൽ പോകും, അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോകും, വിളിച്ചുകൊണ്ട് വരണം, ഇവിടെ കൊണ്ടുവരുന്നു, നമ്മൾ ആനയിക്കാറുണ്ട്. പക്ഷേ അച്ഛൻ ഞാൻ സ്വന്തമായിട്ട് വരുന്നു. അച്ഛൻ ബൈ റോഡാണ് വന്നത്. അച്ഛൻ വന്നു, ആ കോവിഡ് സമയമായിരുന്നു, അച്ഛൻ തന്നെ വണ്ടി ഓടിച്ച് അച്ഛനൂടെ വന്നു, നമ്മളാരും വന്നില്ല. അച്ഛൻ അന്ന് തൊട്ടേ ആ ഒരു സൗമ്യതയാണ്. പാഴ്സണലി പറഞ്ഞു കഴിഞ്ഞാലോ, ഇവർ മമ്മിയുണ്ട്, കൊച്ചമ്മയുണ്ട്, അച്ഛനുണ്ട്. നമുക്കറിയാം ഹാളിൽ മമ്മിക്ക് കിടക്കാനായിട്ട് കട്ടിലില്ലായിരുന്നു, ഒരു ഫോൾഡിംഗ് ആയിട്ടാണ് അവിടെ കിടന്നുകൊണ്ടിരുന്നത്. നമ്മൾ പിന്നീടാണ് അറിയുന്നത് അച്ഛനോടെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അച്ഛൻ ആ ബുദ്ധിമുട്ടൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഉള്ളത് കൊണ്ട് കഴിയുക, ഒരാർപ്പാടവും ഇല്ലാതെ ഉള്ളത് കൊണ്ട് കഴിയുക. എനിക്ക് വന്നിപ്പോൾ 5-6 മാസം മുമ്പ് അങ്ങനെ നമ്മളൊരു ബെഡ് ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ പാഴ്സണലി പണിയാനായിട്ട് അച്ഛൻ വന്ന സമയത്ത് തൊട്ട് നമ്മൾ പറയുന്നതാണ്. 3-4 പേരുണ്ട് പാഴ്സണേജ് പണിയെ, മുകളിൽ പണിയെ. പക്ഷേ അച്ഛൻ എത്ര താല്പര്യം കാണിച്ചില്ല. പക്ഷേ വരുന്ന അച്ഛന് വേണ്ടിയിട്ട് അച്ഛന് മുകളിൽ പണിതിന് ശേഷമാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ അച്ഛന് ഉള്ളത് കൊണ്ട് കഴിയാനുള്ള ഒരു മനസ്ഥിതി, ഒരു ആർപ്പാടമില്ലാതെ വളരെ സൗമ്യമായിട്ട് ഉള്ളത് കൊണ്ട് കഴിയാമെന്നുള്ളൊരു രീതിയാണ് അച്ഛൻ്റേത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രസംഗം അത് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അച്ഛൻ്റേത്. ഞാൻ പലപ്പോഴും ആ സമയത്ത് പുറത്തായിരിക്കും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നും നമ്മുടെ വീട്ടുകാർ വഴക്കാണ്, നിങ്ങൾ അച്ഛൻ്റെ പ്രസംഗം കേട്ടോ? കേട്ടിട്ടില്ല, എനിക്കറിയാം, നിങ്ങൾ കേട്ട് കാണത്തില്ല. അച്ഛൻ ഇന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് തന്നെയെന്ന് അച്ഛൻ പറഞ്ഞത്.
ഞാനിതിലൊക്കെ ഗ്യാസിന് പുറത്തായിരിക്കും, നിങ്ങളെക്കുറിച്ച് തന്നെ എന്ന് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കണമായിരുന്നു. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്, ഇത് ഇനിയെങ്കിലും നന്നാവും മനുഷ്യ, ഇത്രയൊക്കെ പ്രായമായില്ല, ഇനിയെങ്കിലും നന്നാവ്, അച്ഛൻ്റെ പ്രസംഗം കേൾക്ക്, ഇനിയെങ്കിലും നന്നാവ്, അങ്ങനെ എന്നും ഞങ്ങൾ ഇതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇരിക്കാറുണ്ട്, ചില പ്രസംഗം കേൾക്കാറുണ്ട്. അച്ഛനും പിന്നെ മാറ്റി, അച്ഛൻ്റെ ഇടയ്ക്കത്തെ പ്രസംഗം മാറ്റി ഇപ്പോൾ ഒടുവിലാക്കി. കുറേ ആൾക്കാരൊക്കെ പുറത്തായിരിക്കും പ്രസംഗ സമയത്ത്, അതുകൊണ്ട് അച്ഛനിപ്പോൾ പ്രസംഗം ഒടുവിലാക്കിയിരിക്കുകയാണ്. പക്ഷേ അച്ഛൻ്റെ പ്രസംഗം നല്ല അർത്ഥവത്തായ പ്രസംഗമാണ്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഞാൻ നിർത്തുകയാണ്. അച്ഛന് ചെന്നേർന്ന ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ അച്ഛൻ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അച്ഛന് ഈ ഇടവയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് 2 വാക്ക് പറയാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ 3 വർഷം ട്രസ്റ്റി ആയിരുന്ന നമ്മുടെ എക്സ് സെക്രട്ടറി ഷെറി ഉമ്മനെ ഞാൻ ക്ഷണിക്കുകയാണ്. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു നല്ല ഇടയൻ, ഒരു നല്ല സഹോദരൻ, ഒരു നല്ല സുഹൃത്ത്, ഇതാണ് എനിക്ക് അച്ഛനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് 2020 സെപ്റ്റംബർ 20-ാം തീയതിയാണെന്ന് അച്ഛന് ഇവിടെ ദേവാലയത്തിൽ വന്നു. മാസ്കൊക്കെ വെച്ചുകൊണ്ടാണ് അച്ഛൻ വന്നത്. നമുക്കറിയാം, നമ്മളാരും വെളിയിറങ്ങാത്ത സമയമാണ്. വളരെ കഷ്ടതകൾ അനുഭവിച്ചു. അത് മിസ്റ്റർ ജോൺ പറയുകയുണ്ടായി, അതൊരു ഭാഗം. എന്നിരുന്നാലും ഒരു ഇതുപോലെ നല്ല ഇടയിൽ എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ആദ്യത്തെ വേർഡ് എൻ്റേതാണ്, നല്ല ഇടയിൽ. ഒരു പ്രഭാത നമസ്കാരമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു 50 നോയമ്പിൽ ഒരു ദിവസം സന്ധ്യാനമസ്കാരം പോലും മുടക്കാതെ മാറാനായ നോമ്പുകൾ എല്ലാ ശുശ്രൂഷകളും അച്ഛനെ ഡൽഹി പോയാലും എനിക്കൊന്ന് സൺഡേ ആകുമ്പോഴത്തേക്ക് അച്ഛൻ തിരിച്ചു വരും. അങ്ങനെ ഇവിടെ ശുശ്രൂഷകൾ ഇന്നേരം മുടങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. 1-2 ദിവസം എങ്ങാണ്ട് ഏതോ കാരണവശാൽ അത് മീറ്റിംഗ് ആയിട്ട് പോയിട്ടുണ്ട്. ഈ 4 വർഷക്കാലം ഒരു സർവീസും മുടക്കാതെ നല്ല രീതിയിൽ പ്രസംഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പറഞ്ഞു. സത്യം പറയാൽ കുർബാനയുടെ നല്ല കുർബാന തന്നെയാണ്. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. നല്ല സൗണ്ട് കാര്യങ്ങളെല്ലാം ദൈവനമ്പുരാൻ അച്ഛനെ കൊടുത്തിട്ടുണ്ട്. കുർബാന ആസ്വദിക്കുന്ന കൂട്ടത്തിലെ പ്രസംഗം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ അച്ഛന്മാരുടെയും പ്രസംഗം നമുക്ക് കേൾക്കാറുണ്ട്. ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പ്രെയർ മീറ്റിങ്ങിൽ നിന്ന് പലരും ഉറങ്ങുന്ന കണ്ടിട്ടുണ്ട് നേരത്തെ. പക്ഷേ ഇപ്പോഴും നമ്മുടെ പ്രെയർ മീറ്റിങ്ങിൽ കുഞ്ഞുങ്ങൾ പോലും സത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന് അവരുടെ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രീതിയിലാണ് അച്ഛൻ്റെ ആ പ്രസംഗം. അതൊരു പ്രത്യേക ശൈലി തന്നെയാണ്. കേട്ടുള്ള ആരും പറയേണ്ട കാര്യമില്ല, നമ്മുടെ എല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിൽ 4 വർഷക്കാലം ഒരു ഇടയനെ പോലെ നമ്മളെ നയിച്ച് മുന്നോട്ട് പോയ അച്ഛന് ഇവിടെ വന്ന് പോകുന്നു. വിഷമമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു കുഞ്ഞ് പഠിക്കാൻ പോയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യം. അപ്പം നമ്മുടെ ഒരു സഹോദരൻ നമ്മളെ വിട്ട് വേറെ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് ഒത്തിരി വിഷമമുള്ള കാര്യമാണ്. ഏകദേശം 7 ജനറൽ ബോഡി ഇവിടെ നടക്കുകയുണ്ടായി. 22ഓളം കമ്മിറ്റികൾ ഇവിടെ നടക്കുകയുണ്ടായി. അതിനകത്തെല്ലാം ഒരു സഹോദരനെ പോലെ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് അച്ഛൻ്റെ താല്പര്യം. അച്ഛൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം സ്കൂളൊക്കെ വളർന്നു. ഏകദേശം 800 മേളിൽ കുഞ്ഞുങ്ങളൊക്കെ ആയി, ടീച്ചേഴ്സായി. അവരുടെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ, ഡൽഹിയിൽ നിന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വന്നിട്ട് ചില കമ്മിറ്റിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നാച്ചുറലി വേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സഹോദരനെ പോലെ നിന്ന് ഗൈഡ് ചെയ്യാൻ അച്ഛൻ കാണിച്ച ആ ഒരു മാതൃക, സത്യം പറയാൽ ഇതിന് മുൻപിരുന്ന അച്ഛന്മാർക്ക് ഇത്രയും ക്ഷമയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. പല രീതിയിലുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു സഹോദരൻ എന്നൊരു രീതിയിൽ നമ്മളോട് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ മിസ്റ്റർ ജോൺ പറഞ്ഞ കൊണ്ട് തന്നെ അച്ഛനോട് എന്തെങ്കിലും പറയാൻ കൊണ്ട് നമ്മൾ ഫോൺ ചെയ്താൽ തന്നെ അച്ഛൻ പറയും, എന്തുണ്ടെങ്കിലേ കഴിഞ്ഞു, ഗ്യാസ് പോയി, എൻ്റെ ഒരു കാര്യമില്ല, അച്ഛാ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനൊക്കെ സാധനം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഇതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു നല്ല സുഹൃത്ത്. ഞാൻ 3 വർഷക്കാലം ഇവിടെ ട്രസ്റ്റിയായിട്ടിരുന്നു. ഓരോ കാര്യങ്ങളിങ്ങനെ അച്ഛനോട് വിളിച്ച് ചോദിക്കും. അച്ഛൻ എന്തുകൊണ്ട് അച്ഛൻ എന്നോട് പറയും. അതുകൂടാതെ നമ്മുടെ ഇടയിൽ ആരെയും എവിടെയെങ്കിലും എന്തെങ്കിലും രോഗത്തിൽ കിടന്നാലും അവർ പറയും, ചിലപ്പോൾ അറിയത്തില്ല, ചിലരും പറയത്തില്ല സത്യം പറയാൻ. അത് ഞാൻ ചീറ്റ് ചെയ്ത് പറയട്ടോ, അച്ഛനോട് പറയാം, അച്ഛൻ ഇതുപോലെ കുഴപ്പമുണ്ട്, അവരറിയരുത്, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേക്കണം, കുഴപ്പമില്ല, അറിയാവുന്ന വിടാം, അച്ഛൻ പറയാം, നമുക്കൊന്ന് പോയാലോ ഇവിടെ പോവാം. അതുപോലെ മിസ്റ്റർ ജോൺ പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിൽ പോയാലും അച്ഛന് അവിടുത്തെ കുഞ്ഞുങ്ങളെ വരെ വിളിച്ച് അവരോട് സംസാരിക്കാനുള്ളൊരു താല്പര്യം കാണിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ പോയി അവിടെ ഇരുന്ന് പെടാന്ന് പോയില്ല. എല്ലാവരുടെയും കാര്യം അറിയാം, എല്ലാവരും എവിടെ ജോലി ചെയ്യുന്നതറിയാം, കുഞ്ഞുങ്ങളെന്താ പഠിക്കുന്നതറിയാം, വെളിയിൽ പോയ കുഞ്ഞുങ്ങളെന്താണ് അവരുടെ രോഗം, നമ്മൾ പലരും അവരോട് അച്ഛനോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു ഫാമിലിയെ പോലെ, ഒരു നല്ല സുഹൃത്തായിട്ട് അച്ഛൻ നമ്മുടെ കൂടെ നിന്ന് ഇത്രയും കാലം നമ്മളെ വഴി നടത്തി. സത്യം പറയാതെ അച്ഛൻ്റെ ട്രാൻസ്ഫർ കഴിഞ്ഞ വർഷം നടക്കേണ്ടതായിരുന്നു. ഒരു വർഷം കൂടെ ഏതോ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ഡൽഹി ഡയസിസ് ചെയ്തു. ഒരു വർഷം കൂടെ നമുക്ക് അച്ഛനെ കിട്ടി. ഇപ്പോൾ അച്ഛനെ ഇവിടെ നിന്ന് ഗോളിയർ പള്ളിയിലേക്ക് പോകാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വെള്ളിയാഴ്ച കമ്മിറ്റി കൂടിയപ്പം പറയുന്നത്, ഗോളിയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ മെമ്പേഴ്സൊന്നുമില്ല, സ്കൂളും വലിയ കാര്യമായിട്ടൊന്നുമില്ല,
എന്നാലും അച്ഛൻ പറഞ്ഞൊരു കാര്യം, അതും ഒരു ചലഞ്ചാണ്. ഇവിടെ വന്നപ്പോഴും ഇവിടെയും കണ്ട് 2-3 മാസം ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തിൽ ഇന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. നമ്മുടെ കയ്യിൽ സ്കൂളിൻ്റെ പേരിലും പള്ളിയുടെ പേരിലൊക്കെ വിദ്യയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ദൈവത്തിൻ്റെ ഒരു കഴിവ്. നമ്മുടെ ഈ ത്രോണോസിൽ അച്ഛൻ സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, അതിൻ്റെ ഫലമായിട്ട് ഞാനിത് കാണും. പുതിയ ഗോളിയർ ചെന്നിട്ടും അച്ഛനായിരിക്കും തോന്നുന്നു ഇത് പരവൽത്തിന്മയുടെ നാമത്തിലുള്ള നമ്മുടെ പള്ളിയും ഇതുമാണ്. അവിടെ സ്ലീഹന്മാരുടെ പത്രോസ്ലീഹയുടെ സാർ അച്ഛാ സെൻറ്റ് പോൾസിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ്. അതുപോലെ മാറുന്നത് മാത്രമേ ഉള്ളൂ. സർവീസുകളെല്ലാം അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകും. അവിടെയും അച്ഛന് ആ ഗോളിയർ പള്ളിയെയും ഗോളിയറിലെ സ്കൂളിനെയും നല്ലതായി തീരുവാനൊക്കെ വേണം അച്ഛന് കഴിയും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഈ 4 വർഷക്കാലം അല്ലെങ്കിൽ 3 വർഷക്കാലം പള്ളിയെ ട്രസ്റ്റിയായിട്ടിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുകൂടാതെ അച്ഛൻ പോകുന്ന സ്ഥലത്ത് നല്ല അഭിവൃദ്ധികളെ പ്രാർത്ഥിക്കുവാനെ കൊണ്ട് അച്ഛന് കഴിയട്ടെ. അവിടുത്തെ ജനം ഒന്നായിട്ട് നിന്നുകൊണ്ട് ലക്നൌവിലെ പോലെ തന്നെ അച്ഛനോട് പ്രവർത്തിച്ച് ആ സ്കൂളിനെയും നല്ലതായി തീരുവാനൊക്കെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മമ്മിക്കും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്ക് ജോഷുവായ്ക്കും അബിയയ്ക്കും നല്ലത് നേരുന്നു. അവർക്കിട്ട് പ്രാർത്ഥിക്കുന്നു. മമ്മിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല, എല്ലാവരും പറഞ്ഞു. മമ്മി എന്ന് പറയാൻ നമുക്ക് സത്യം പറയവേ മമ്മി ഒന്നേ ഉള്ളൂ ഇവിടെ പ്രായമുള്ളത്. ഞങ്ങളുടെ അമ്മയെ കാണുന്നോട്ടാണ് മമ്മിയെ കണ്ടുകൊണ്ടിരുന്നത്. കൊച്ചമ്മയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. സൺഡേ സ്കൂളിലെല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല പാട്ടും കാര്യങ്ങളെല്ലാം കൊച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ പോകുന്ന ഇടവകയിലും നല്ലതായി തീരുവാൻ തീരട്ടെ, നല്ല സമീപനം അവർക്ക് കിട്ടുവാൻ തീരട്ടെ. അച്ഛൻ്റെ ഈ 4 വർഷക്കാലത്തെ സേവനം ഇതിലും നല്ല ഊർജ്ജമായിട്ട് അവിടെ ചെയ്യാനെ കൊണ്ട് അച്ഛന് ദൈവം സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം അച്ഛന് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതിനിടയിലും ദൈവം അദ്ദേഹത്തെ നടത്തട്ടെ, കരം പിടിച്ച് നടത്താൻ ഇടയാക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അച്ഛനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്ക് ഉപസംഹരിക്കും. രണ്ടു കാര്യം സംസാരിക്കാൻ വേണ്ടി സൺഡേ സ്കൂളിൻ്റെ മിസ്സസ് ഷൈനിഷ ഗ്രൂപ്പിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, മമ്മി, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ, കർത്താവിൽ പ്രിയരെ, നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നതിൻ്റെ അച്ഛൻ്റെ യാത്രയയപ്പിന് വേണ്ടിയിട്ടാണ്. അച്ഛനെപ്പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ നമ്മുടെ ഇടവകയുടെ നല്ലൊരു ഇടയനായിരുന്നു. അച്ഛൻ്റെ ടൈമിംഗ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്താ വെച്ചാൽ രാവിലെ കുർബാന തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും വരണമെന്നുള്ളത്. 8 മണിക്ക് കുർബാന എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തന്നെ നമ്മുടെ പ്രഭാത നമസ്കാരം തുടങ്ങുമായിരുന്നു. ഞങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് ഓടി വരുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഓരോ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അച്ഛൻ ഞങ്ങളോട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രസംഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ ഒത്തിരി അർത്ഥവത്താണ്. ഞങ്ങളെ ഒത്തിരി പഠിപ്പിക്കുവാനും ചിന്തിക്കുവാനുമായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെ ഒത്തിരി ഉപദേശം നേടുവാനും എല്ലാത്തിനും അച്ഛൻ്റെ അടുക്ക വരുമായിരുന്നു. അത് അച്ഛൻ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുമായിരുന്നു. പിന്നെ അച്ഛനും കൊച്ചമ്മയും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് സൺഡേ സ്കൂളിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സൺഡേ സ്കൂളിനെ ഇൻ്റർ ഡയോസിസ് ലെവൽ വരെ അച്ഛനും കൊച്ചമ്മയ്ക്കും എത്തിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ ഡൽഹി ഡയോസിസിൽ അറിയപ്പെടുന്ന ഒരു ഇടവകയാണ് ലക്നൗ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മുഖാന്തരം. അതിന് അച്ഛനും കൊച്ചമ്മയ്ക്കും ഒത്തിരി 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 നന്ദി. പിന്നെ മമ്മിയെപ്പറ്റി പറയുകയാണെങ്കിൽ തുടക്കം ശരിയാണെങ്കിൽ എല്ലാ ശുഭം. മമ്മിയുടെ ആ പ്രാർത്ഥനയും ആ പ്രയത്നവുമാണ് അച്ഛൻ ഈ നിലയിൽ ഇന്ന് നിൽക്കുന്നത്. അച്ഛൻ്റെ മമ്മിയല്ല, ഞങ്ങളുടെയും കൂടെ മമ്മിയായിരുന്നു. ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ മമ്മിയോട് ഷെയർ ചെയ്യുകയും അതിനുള്ള ഇത് തരികയും എല്ലാം ചെയ്യുമായിരുന്നു. മമ്മി പ്രാർത്ഥനയിൽ ഒത്തിരി ഞങ്ങളെ എപ്പോഴും ഓർക്കണം. അതുപോലെ കൊച്ചമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ കൊച്ചമ്മ സൺഡേ സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും മുന്നിലായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ബൈബിളിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും പാട്ട് പഠിപ്പിക്കാനും പിന്നെ അതുപോലെ സൺഡേ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലായിരുന്നു. കൊച്ചമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ 2 പേരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അല്ല. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ നല്ല മിടുക്കരായി പഠിച്ച് മുന്നോട്ട് വരുവാൻ തക്കന് ഇടയാകട്ടെ. നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി പറയുമ്പോൾ നല്ലൊരു മാതൃകാ കുടുംബമാണ് നിങ്ങൾ. എന്നുവെച്ചാൽ നിങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിംപ്ലിസിറ്റി. നിങ്ങൾ നല്ലൊരു ഫാമിലിയാണ്. നിങ്ങളെ വിട്ടുപിരിയുന്നത് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ദേശത്തും നിങ്ങൾ ഇവിടെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾ കരുണപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ, ചെല്ലുന്ന ദേശത്തും നിങ്ങൾ അനുഗ്രഹമായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കും. അച്ഛാ കുർബാനയിൽ ഈ ഒരു ഇടവയെ ഓർത്ത് അച്ഛനും പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക.
സൺഡേ സ്കൂളിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒത്തിരി നന്ദി. പിന്നെ 30, 60, 100 മേനിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും രണ്ടുപേർ സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇപ്പം കയറി വരാവുന്നതാണ്. ദൈവനാഥന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ, വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് നമ്മളിവിടെല്ലാം കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 48 വർഷമായി ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഈ ഇടവകയിൽ കൂടി നടക്കുകയാണ്. എൻ്റെ മുമ്പിൽ പല വികാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പോയി. അവരിലെല്ലാം എനിക്ക് ശ്രേഷ്ഠമായിട്ട് അച്ഛനെക്കുറിച്ച് 2 വാക്ക് പറയാനുള്ളത്. അച്ഛൻ്റെ കണ്ണുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഇടവകരും ഒരുപോലെ കണ്ടുകൊണ്ടിരുന്നു. ആ ഒരു കണ്ണും കൊണ്ട് ഒറ്റ കണ്ണ് എല്ലാ ദൃഷ്ടിയും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നു, വലിപ്പച്ചിറപ്പമില്ലാതെ. നിങ്ങൾക്കെല്ലാം അറിയാം, ദൈവാലയം എന്ന് പറയുന്നത് അതിനുള്ളിൽ വരുമ്പോൾ എല്ലാവർക്കും തുല്യ അവകാശമാണ്. അതിനകത്ത് LDC എന്നോ IAS കാരനെന്നോ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയാണ് അച്ഛൻ ആരെയും ചെറുതെന്നോ വലുതെന്നോ ഉദ്ദേശിക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടു. അങ്ങനെ ഒരു ശ്രേഷ്ഠത എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഇത്രയും സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ വികാരുടെയും കൂടെ ശുശ്രൂഷയിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഇവിടെ ചാരെടുത്തതിന് ശേഷം ഞാൻ ശുശ്രൂഷയിൽ കൂടിയിട്ടില്ലായിരുന്നു. ആ ഒരു പോരായ്മ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഈ ഒരു 3-4 സൺഡേയിൽ ഇപ്പോൾ സണ്ണിയും അനുവും മോനും ഒക്കെ നാട്ടിൽ പോയതുകൊണ്ട് റിജോ മാത്രമേ ഉണ്ടായിരുന്നുകൊണ്ട് സർവീസിൽ വളരെ പ്രശ്നമായിട്ട് തീർന്നു. ഞാനവിടെ ഹൈക്കിലെ നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നി, അയ്യോ റിജോ മാത്രമേ ഉള്ളല്ലോ. ഞാൻ ഓടിച്ചെന്ന് ആരുടെ ഒരു കുപ്പ അവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ കുപ്പായൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഞാൻ കുപ്പ എടുത്ത് അച്ഛനോട് അനുവാദം ചോദിച്ചു, കയറിക്കൊടുത്തമ്മന്ന് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു, അതങ്ങ് നിർവഹിച്ചു. ഇത്രയും ഇടവക വികാരികൾ വന്നിട്ട് അവരോടെല്ലാം സർവീസ് കൂടാൻ എനിക്കൊരു ദൈവം ഒരു അനുഗ്രഹം തന്നു. കഴിഞ്ഞ 10 വർഷം മുമ്പ് എനിക്ക് ഇവിടുന്ന് വിട്ടിട്ട് പോകാമായിരുന്നു. എന്തോ അറിയില്ല, ദൈവം എന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക. ഈ ഇടവകയ്ക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കാനുണ്ടെന്നായിരിക്കും ദൈവത്തിൻ്റെ കൽപ്പന. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു അവസരം എനിക്ക് തന്നു. എൻ്റെ സംബന്ധിച്ചോളം അച്ഛനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ അയലോക്കാരാണ്. എൻ്റെ വീട് പത്തനാപുരം, അച്ഛൻ്റെ വീട് കോന്നിയാണ്. അപ്പോൾ എന്നും ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ നാട്ടിൽ പോവുകയാണെങ്കിൽ പരസ്പരം കാണുവാനുള്ളൊരു അവസരം ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നു. അച്ഛനോട് ഞാനിപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നു, അച്ഛൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ വീട് വാങ്ങിച്ചിട്ടില്ല, വീട് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. മനസ്സിൽ തോന്നുകയാണ് നാട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലും വീട് വാങ്ങിക്കണം, ഇവിടുത്തെ വീട് വിറ്റിട്ട് നാട്ടിൽ പോയി വീട് വാങ്ങിക്കണം. അപ്പോൾ അച്ഛനെ നേരത്തെ ഞാൻ കൊച്ചമ്മ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിരിക്കുക, എന്ന് നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീട്. പക്ഷേ ഞാൻ എവിടെ വീട് വാങ്ങിക്കുന്നുള്ളത് അച്ഛനെ അറിയിക്കും. അച്ഛൻ പറഞ്ഞ ഞാൻ പകരാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും വരും. അതാണ് അച്ഛൻ്റെ മനോഭാവം. എല്ലാവരും ഒരുപോലെ, വലിയവെന്നോ ചെറിയവെന്നുള്ള ഭാവം എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഒരു കെയർ ഓഫിനാണ് അച്ഛനോട് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചു. എനിക്ക് നാട്ടിൽ പോയ മെമ്പർഷിപ്പ് എടുക്കണമല്ലോ. എൻ്റെ മാതൃകടവയിൽ നിന്ന് പത്തനാപുരം ലാസർ പള്ളിയിലാണ്. ഞാൻ നാട്ടിൽ തിരിച്ചു പോകുന്ന പിന്നെ മെമ്പർഷിപ്പൊന്നും എഴുതിയിട്ടില്ല അവിടെ. അപ്പോൾ അച്ഛനോട് ഞാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ കൈ കൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചു. എനിക്ക് നാട്ടിൽ പോയി ഒരു മെമ്പർഷിപ്പ് എടുക്കണം. അച്ഛൻ്റെ കൈ കൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ആ ഒരു സ്നേഹം അച്ഛനോട് എനിക്ക് കടപ്പാടുണ്ട്. നാട്ടിൽ പോയാലും നാട്ടിൽ വരുമ്പോഴും തീർച്ചയായിട്ടും വീട്ടിൽ വരും. വീട് എവിടെ നിന്ന് സെറ്റിലാക്കിയിട്ടില്ല. എൻ്റെ വീട് പത്തനാപുരത്താണ്. അതിനടുത്ത് എവിടെയെങ്കിലും സെറ്റിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അച്ഛനെയും കൊച്ചമ്മയും അമ്മച്ചിയെയും ഞാൻ നേരത്തെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനത് സമ്മതിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ ഇടവയിൽ അച്ഛൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളെ മധുവായിൽ കയറുന്ന ശുശ്രൂഷകരെക്കുറിച്ചുണ്ടെങ്കിൽ വളരെ അച്ചടക്കത്തോടും വളരെ ഡിസിപ്ലിനോടും വളരെ കൃപയോടും സന്തോഷത്തോടും സമാധാനത്തോടും അച്ഛനത് ഹാൻഡിൽ ചെയ്തു പോയെന്നാണ്. മധുവായിക്കകത്ത് യാതൊരു വിദ്വേഷവും അച്ഛൻ കാണിച്ചിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അങ്ങ് ക്ഷമിച്ച് അവരോട് പറയാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാം, പലരും എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും എനിക്കൊന്നും പറയാനില്ല. അച്ഛൻ്റെ ആ സ്നേഹം, അച്ഛൻ്റെ എല്ലാ പ്രസംഗത്തിലും സ്നേഹം, സമാധാനം, സന്തോഷം, ഈ ഒരു പോയിന്റ് മുൻനിർത്തിയാണ് അച്ഛൻ്റെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ പ്രസംഗിച്ചിരിക്കുന്നത്. യാക്കോബ് യേശാവിൻ്റെ ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാം. യാക്കോബ് യേശാവിൻ്റെ ജ്യേഷ്ഠാവകാശം പിടിച്ചെടുത്തു. പക്ഷേ ആ ചരിത്രം കൂടുതൽ ഞാൻ വർദ്ധിക്കുന്നില്ല. അവസാനം വർഷങ്ങൾക്ക് ശേഷം
യേശാവും ജാക്കോബും നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ അവർ സന്തോഷിച്ച് അവരെ കെട്ടിപ്പിണർന്ന് യേശാവ് അവനെ ക്ഷമിക്കുകയാണ് ചെയ്തത്. ആ സ്നേഹത്തെക്കുറിച്ചാണ് അച്ഛൻ എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണുന്നത്. സ്നേഹം ആരെന്ത് തെറ്റ് ചെയ്താലും അത് പൊറുക്കുവാനുള്ള സമാധാനം, സന്തോഷവും ശക്തിയും നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഇടവകളിൽ എല്ലാവർക്കും ആ ഒരു ബോധ്യം ഉണ്ടാകണമെന്നാണ് അച്ഛനെല്ലാം ആ ഇവിടെ വന്ന കാലം മുതൽ ഇന്ന് വരെ എല്ലാവരെയും ബോധിപ്പിച്ചു. അച്ഛൻ്റെ പ്രസംഗം പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ട്. ഇതുവരെ എല്ലാം ചെയ്ത കാര്യങ്ങൾ അച്ഛനോടും കുടുംബത്തോടും പ്രത്യേകം നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. അച്ഛൻ എല്ലാവരെയും ഒരുപോലെ കണ്ടതുപോലെ ഇനിയുള്ള സർവീസിലും അച്ഛൻ്റെ വരാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷയിലും അങ്ങനെ തന്നെ മുൻപോട്ട് പോകണമെന്ന് ഞാൻ ആശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാട്ടിൽ വരുന്ന കാലത്ത് എല്ലാവരും കാണാൻ സാഹചര്യം ഉണ്ടെങ്കിലും എല്ലാവരുമായിട്ട് കണ്ട് ആ സ്നേഹം പകരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. താങ്ക് യു അലക്സ് അച്ഛൻ. 2 വാക്ക് പറയുന്നതിന് വേണ്ടി നമ്മുടെ മർത്തമറി സമാജത്തിന് ആരെങ്കിലും ക്ഷണിക്കുന്നു. മിസസ് മിനേജർ ചെല്ലു. ബഹുമാനപ്പെട്ട അച്ഛൻ, മമ്മി, കൊച്ചമ്മ, മക്കൾ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്ന് സ്ത്രീ സമാജത്തിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്. അത് അഭിമാനത്തോടു കൂടി തന്നെയാണ്. കാരണം 12 മെമ്പേഴ്സ് മാത്രമുള്ള ഒരു സംഘടനയാണ് ഇന്ന് ഞങ്ങൾ. എങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതിനെയാണ് പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. അതിന് കാരണക്കാരൻ ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛൻ ഈ ബുദ്ധിമുട്ടും പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എല്ലാം കുടുംബത്തിന് വേണ്ടി പോലും നന്നായിട്ട് അച്ഛൻ സഹായിക്കുന്നുണ്ട്. അതിൽ ചെറിയ ചെറിയ പാട്ടാവാൻ ഞങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാളിനെ പരിചയപ്പെടുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട നല്ലതും ചീത്തയുമായ പാഠങ്ങളുണ്ടാവും. അതിൽ നല്ല പാഠമെന്ന് പറയുമ്പോൾ ടേക്ക് കെയർ ഓഫ് അതേഴ്സ്. ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതുമാത്രമാണ്. പിന്നെ മമ്മിയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളൊരാഴ്ച പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാളിനോട് ചോദിക്കാറുണ്ട് എന്ത് പറ്റി, എന്താ വരാഞ്ഞത് എന്ന്. പക്ഷെ അത് പിന്നെ നമ്മളെ കാണുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ച് നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് മമ്മി. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. അതുപോലെ കൊച്ചമ്മയും മക്കളും എല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ് നമ്മളിവിടെ കഴിഞ്ഞത്. അതുപോലെ ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചൊരു ബുക്കിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ നമ്മളോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നല്ല ഓർമ്മ അതെന്താണ് എന്ന് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷേ നമ്മൾ പഠിച്ച സമയത്ത് മേടിച്ച അവാർഡുകളോ, ഇല്ലെങ്കിൽ നമ്മൾ കോടികളുണ്ടാക്കി വെച്ച വീടിൻ്റെയോ, ഇല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മൾ ചെലവഴിച്ച ചെറിയ ചെറിയ നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ, അതുമാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നമ്മളോടൊപ്പം കൊണ്ടുപോകാൻ. അതുപോലെ അച്ഛനും അച്ഛൻ്റെ കുടുംബവും നമുക്ക് തന്ന ആ നല്ല ഓർമ്മകൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്നും അവർക്ക് നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈസ് ചെയർമാൻ മിസ്റ്റർ വിൽസൺ തോമസിന് മൊമെൻറ്റം കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ചർച്ചിൻ്റെ പേരിലുള്ള സ്നേഹോപഹാരം കൊടുക്കുവാൻ വേണ്ടി ട്രസ്റ്റി മിസ്റ്റർ ഷാജി വർഗീസിനെ ക്ഷണിക്കുന്നു. സെൻറ്റ് ജോർജ് പ്രയർ മീറ്റിംഗ്. ജീറോയിലിട്ടു. റെഡി, 1 2 3. മേരീസ് പ്രയർ മീറ്റിംഗ്.
അടുത്തതായിട്ട് സ്നേഹോപകാരം സൺഡേ സ്കൂളിൻ്റെ വകയായിട്ടാണ് ടീച്ചേഴ്സും പിള്ളേരും ഹെഡ് മാസ്റ്ററും എല്ലാവരും മുമ്പോട്ട് കടന്നു വരുന്നത്. സമാജ സെക്രട്ടറി മിസസ് മിനി ജോൺ മുമ്പോട്ട് ക്ഷണിക്കുന്നു. സമാജക്കാരെല്ലാവരും പറഞ്ഞു ഫോട്ടോഗ്രാഫ് പെൻഡിങ് ആണ്. പകുതി എറിഞ്ഞോട്ടെ. ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം ഇനി ഫോട്ടോ സെക്ഷനാണ്. എല്ലാവരും ചിരിക്കണം. സ്മൈൽ പ്ലീസ്. താങ്ക് യു. വൻകൃപയിലെന്നേ ഇന്നയോളം കാത്ത വൻകൃപയിലെന്നേ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പ്രിയ ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് ആദ്യമേ തന്നെ സന്തോഷം അറിയിക്കുന്നു. ഒരു വൈദികന്റെ ജീവിതത്തിൽ തനിക്ക് ഏൽപ്പിച്ച ഇടവകയെ വിട്ടുപിരിയുക എന്ന വേദനകരമാണെന്ന് ഞാൻ നേരത്തെ എന്നെ പ്രസംഗത്തിൽ ഓർപ്പിച്ചാണ്. എന്നാൽ ചില നിമിഷങ്ങൾ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെ സാക്ഷികളെ നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത് അടുത്ത ആഴ്ച ആകുമ്പോൾ പുതിയൊരു ഇടയൻ നിങ്ങളുടെ ഇടയിൽ ഇവിടെ നിൽക്കുന്നതായിരിക്കും. ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഏറ്റവും അനുഗ്രഹീതമായി എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഇവിടെ നേരത്തെ ഇരുന്ന് വികാരിമാരും ഈ വാക്ക് പറഞ്ഞു കാണും. ഞാനത് ആവർത്തിക്കുകയാണ്. അത് വെറും വാക്കുകളല്ല, ഇത് അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. തിരുമേനി ഒരു അവസരം തന്നെ തീർച്ചയായിട്ടും ഇവിടെ വരാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം ഇത്ര സന്തോഷമുള്ള ഒരു പള്ളി, ഇത്ര സമാധാനമുള്ള പള്ളി, ഇത്ര നമ്മൾ ഒരു സേഫായിട്ട് തോന്നുന്ന ഇടവക നമുക്ക് വേറെ കിട്ടത്തില്ല. അതുകൊണ്ട് തിരുമേനി ഒരു അവസരം തന്നാൽ തീർച്ചയായിട്ടും ഒരു മടി കൂടാതെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന മറ്റ് വൈദികരെ പോലെ ഞാനും അവരുടെ കൂടെ നിൽക്കുകയാണ്. ഈ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. ഞാൻ ഇന്ന് പ്രസംഗത്തിൽ സംഖ്യകളുടെ പ്രാധാന്യത്തെ നിങ്ങളെ ഓർപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ 13 എന്ന വാക്കിൻ്റെ സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ജനിച്ചത് 13th May, എൻ്റെ ഭാര്യ ജനിച്ചത് 13th February, ഞങ്ങൾ വിവാഹം കഴിച്ചത് 13th July, ഞാൻ അച്ഛനായത് 13th August. ഈ കഴിഞ്ഞിടയ്ക്ക് വണ്ടി കഴുകാൻ നേരത്ത് എൻ്റെ വണ്ടിയുടെ നമ്പർ എല്ലാം 1056 കൂട്ടി വെച്ചാലും 13 തന്നെയാണ്. 12 സെൻഡ് ഓഫ് കഴിഞ്ഞു, 13ാമത്തെ സെൻഡ് ഓഫ് എൻ്റെ. അപ്പോൾ 13 എന്ന അക്കത്തിന് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ കൈവിടാതെ എൻ്റെ കൂടെ നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു ഇറ്റ്സ് എ കോയിൻസിഡൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആദ്യമേ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ഇടവക ദൈവം ഇവിടെ നിങ്ങളെ കൂട്ടിച്ചേർത്തു, നിങ്ങളെ ഒരുമിച്ചാക്കി ദൈവം നിങ്ങളെ ഇവിടെ ആരാധിക്കുവാൻ വിളിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൂടാതെ പരിശുദ്ധ പരിമല തിരുവടി നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ ത്രോണോസും ഈ ദേവാലയവും. ഇതിനൊരു അനുഗ്രഹം ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്. ഇതിനൊരു അനുഗ്രഹമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ത്രോണോസിനൊരു അനുഗ്രഹമുണ്ട്. ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവർ വെറുങ്കായോട് പോയ ചരിത്രം ഇവിടെ ഇല്ല. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ശലോമോൻ
ദേവാലയം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവത്തോട് കേണ വീണ് യാചിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഇവിടെ അർപ്പിക്കുന്ന പ്രാർത്ഥന നീ സ്വർഗത്തിൽ കേൾക്കണമേ. ദൈവത്തിന് വേണ്ടി ദേവാലയം പണിയുവാൻ വേണ്ടി ശ്രമിച്ച ദാവീദിന്റെ മകൻ ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പോലും ദൈവം കേൾക്കാതിരുന്നിട്ടില്ല. അത്ര എനിക്കൊരു അനുഭവത്തിൽ കൂടെ ഞാൻ പറയുകയാണ്. ഞാനത് കമ്മിറ്റിയിൽ ഞാൻ ഓർപ്പിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ എത്ര പ്രയാസകരമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ പോയി എങ്കിൽ തന്നെ ആ സമയത്തും ഈ ദേവാലയത്തിൽ വന്ന് 5 മിനിറ്റ് ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ പരമനത്തിനുവേണ്ടി പ്രാർത്ഥനകൾ നമുക്കെപ്പോഴും ഒരു വഴികാട്ടിയായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ ത്രോണോസിൽ അല്ലെങ്കിൽ ദേവാലയത്തിന് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന വ്യക്തിത്വം മാത്രമല്ല, ആ വ്യക്തികളുടെ ജീവിതത്തിലെ കുടുംബത്തിലും ഭവനത്തിലും നായകനും നാഥനുമായി നിൽക്കുന്നത് ആ വ്യക്തികൾ ആരാധിക്കുന്ന ദേവാലയത്തിൻ്റെ പരിശുദ്ധനാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ കൂടെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന വ്യക്തിയാണ്. പട്ടുശ്ശേരി തിരുമേനി മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ നമ്മുടെ സ്കൂളാണ്. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പല പ്രശ്നങ്ങളും നമ്മുടെ ഗേറ്റ് വരെ വരും. പലരും ശ്രമിക്കും ഇവിടെ ഒന്ന് അലക്കം ഉണ്ടാക്കാൻ, ഒന്ന് പ്രയാസം ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 6 മാസക്കാലം എത്ര ജാഥകൾ വന്നിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്ര ഉച്ചത്തിൽ അവർ 1 മണിക്കൂർ നിന്ന് അവിടെ ബഹളം വെച്ചിട്ട് പോയി. പക്ഷെ അങ്ങനത്തെ കയറാൻ അവർക്ക് ആർക്കും പറ്റത്തില്ല. ചില പേരൻസൊക്കെ രാവിലെ വന്നിട്ട് വഴക്കിടും, എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇത് കൊണ്ടുവരും അത് കൊണ്ടുവരും പറയും. പക്ഷെ അവർക്ക് ആ ഗേറ്റ് ക്രോസ് ചെയ്ത് അങ്ങനത്തെ കയറാൻ അവർക്ക് പറ്റത്തില്ല. അതെന്ന് പറയുന്നത് തോമാ ശ്ലീഹായുടെ ജീവനുള്ള സാന്നിധ്യം ഇവിടെ ഉള്ളത് കാരണമാണ്. ആ ഒരു അനുഗ്രഹം ഈ ദേവാലയത്തിനും ഈ സ്കൂളിനും നമ്മുടെ എല്ലാ ഭവനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ എന്നെ സംബന്ധിച്ച് ഈ 4 വർഷക്കാലം എനിക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. സ്കൂളിൻ്റെ ഞാൻ മേളിൽ ചെയർമാൻ അല്ലെങ്കിൽ മാനേജർ സ്ഥാനത്തേക്ക് ഇരിക്കുമ്പോൾ പല വിഷയങ്ങൾ വരും. ചില പ്രശ്നങ്ങൾ, ചില പേരൻസ് ഇന്ന് ഉടക്കിട്ടിട്ടേ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീര്യമായിട്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം നമ്മുടെ കഴിവല്ല, നമ്മുടെ വേണ്ടി നിൽക്കുന്ന ഒരു പരിശുദ്ധം നമ്മുടെ ഇവിടെ അടുത്തുള്ളത്. കാരണം ഞാൻ ഈ സമയത്ത് എല്ലാ മൺമറഞ്ഞു പോയ വൈദികരെ ഓർക്കുന്നു. ഞാൻ ഓർപ്പിച്ചായിരുന്നു ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വികാരി TM സക്കറിയാച്ചൻ. അദ്ദേഹത്തിൽ ആരംഭിച്ച 1963 ആരംഭിച്ച ആ ഒരു വലിയൊരു അനുഗ്രഹീതമായിരിക്കുന്ന നേതൃത്വത്തിൻ്റെ ഒരു ശ്രേണിയുണ്ട്. ഞാൻ സാധാരണ ത്രോണോസിൽ ശുശ്രൂഷകറിയാം. ഞാൻ പഴയ ഏത് പള്ളിയിൽ പോയാലും അവിടുത്തെ മുൻ വികാരികളെ ഞാൻ ഓർക്കും. അവർ ഓർക്കാത്ത കുർബാന ഞാൻ അർപ്പിക്കത്തില്ല. അതുകൂടെ ഞാൻ സന്നികളിൽ അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടുന്ന് മരിച്ചവരെല്ലാവരുടെ പേര് എനിക്ക് തരണം. കാരണം അത് എന്നെ സംബന്ധിച്ച എൻ്റെ വികാരമാണ്. എന്നെ ഇത്രത്തോളം ഇവിടെ ആക്കുന്നത് അവരെല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ ധാരണയോട് കൂടെയാണ്. നിങ്ങൾക്കറിയാം, ഒരു കുർബാന പോലെ ഞാൻ ധൂപ്രാർത്ഥന അർപ്പിക്കാൻ ഞാൻ പോകത്തില്ല. കാരണം അവരെ ഓർത്തിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പം അവരെല്ലാവരും ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 4 വർഷക്കാലം നമ്മുടെ ഇവിടെ നിന്ന് മൺമറിഞ്ഞു പോയ TG മാത്യൂസ് അങ്കിൾ, നമ്മുടെ അമ്മണി ആണ്ടി ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം കോവിഡിൻ്റെ ആ ഒരു മരണം മാത്രമല്ല, വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ വയ്യാത്തൊരടക്ക ശുശ്രൂഷയാണ് ആണ്ടിയുടെ. വെളുത്ത തുണി കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് വെട്ടിയിടാതെ ഇടാൻ പറ്റത്തില്ല, വെട്ടി തുറക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ കൈ ഞാൻ രുചോ ഉണ്ട്, ജേക്കബ് ഒളുങ്ങളുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ആ സമയത്ത് ഇവിടുന്ന് തുണി കൊണ്ടുപോകും. കാരണം എനിക്കറിയാം കോവിഡ് വരുമ്പോഴത്തേന് അവർ നമ്മളൊന്നും സമ്മതിക്കത്തില്ല. ഈ പെട്ടി തുറന്നൊന്ന് ശവശരീരത്തിന് മേളിൽ എനിക്ക് വെളുത്ത തുണി ഇടണം, പക്ഷെ എനിക്ക് അനുവാദമില്ല, പെട്ടി തുറക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഞാൻ അടക്കിയ ഒരേ ഒരു വ്യക്തിയാണ് വെളുത്ത തുണി കൂടാതെ അല്ലെങ്കിൽ ഒരു മുഖം മൂടാതെ ഞാൻ അടക്കിയ ഒരേ ഒരു വ്യക്തിത്വമാണ് ആണ്ടി ഞാൻ ഒരിക്കലും മറക്കത്തില്ല. TG മാത്യൂസ് അങ്കിൾ, KB ജോൺ അങ്കിൾ. ഞാൻ അദ്ദേഹത്തെ തലേദിവസം കാണാൻ പോയപ്പോൾ, അച്ഛാ കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു, പക്ഷെ രാത്രി ആ ഫോൺ വരുന്നത് അങ്കിൾ മരിച്ചു പോയെന്ന്. ലിസി ആണ്ടി നമ്മുടെ കൂടെ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ഞാൻ പല വർഷം വഴക്കും പറഞ്ഞിട്ടുണ്ട്, ആണ്ടി ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ പോയാൽ പോരാ. പക്ഷെങ്കിൽ ആ ഒരു സമയത്തും ദൈവം ആ ആണ്ടിയുടെ വേർപാട് സമയത്ത് നമ്മുടെ കൂടെ നിന്നു. ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹീതമായിട്ട് നടത്തി. ജോസഫ് അങ്കിൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തോട് മണിക്കൂറോളം ഞാനും നമ്മുടെ ബിജു അങ്കിൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഈ മൺമറഞ്ഞു പോയ സജിയോട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ വരുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം. ഇവരെല്ലാവരും ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ഒരാൾ മരിച്ചാൽ അവർ മൗനത്തിലിരിക്കുന്നൊന്നുമല്ല, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ കടമയാണ് അവരെ ഞാൻ ഓർക്കുക എന്ന് പറയുന്നത്.
ഇനി ഞാൻ എവിടെ പോയാലും ഇവരെ ഞാൻ ഓർക്കും. അതെൻ്റെ കടമയാണ്. എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യം കൂടെയാണ്. ഈ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് പള്ളിയുടെ ട്രസ്റ്റി, സൊസൈറ്റി വൈസ് ചെയർമാൻ, പള്ളി സൊസൈറ്റി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, എനിക്ക് തോന്നുന്നത് നമ്മളൊരു ടീം പോലാണ്. ഒരു അച്ഛൻ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ വ്യക്തമായിട്ട് പറയുക. എല്ലാം ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? ഒരു സമൂഹം ഒരുമിച്ച് ഓടുമ്പോഴാണ് എല്ലാം ചെയ്യാൻ പറ്റുക. അച്ഛൻ്റെ കഴിവല്ല വാസ്തവത്തിലേക്ക്. ഒരു സമൂഹം സഹകരിക്കുന്നില്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഉച്ചയ്ക്കുത്ത് നിന്നാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാനേജിംഗ് കമ്മിറ്റി കഴിഞ്ഞ 4 വർഷക്കാലം ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് അച്ഛ, കുഴപ്പമില്ല, ഇത് മാത്രമേ ഞാൻ നിങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് കേട്ടിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു കാര്യത്തിൽ നോ എന്ന വാക്ക് നിങ്ങൾ എന്നോടും പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവം പറയുക. പല ദേവാലയങ്ങളിൽ വരുമ്പോൾ, പല വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങ് ഒരു പല പ്രയാസം ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം ചർച്ച കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒന്നും നടന്നിട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. കാരണം അത്ര ഒരു സ്നേഹബന്ധം പുലർത്തുവാൻ ഈ കഴിഞ്ഞ 4 വർഷക്കാലം സാധിച്ചു. അധികാരം എവിടെ വരുന്നുവോ അവിടെ ഈഗോ കൂടും. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഇവിടെ ഈഗോ ഇല്ലാത്ത ഒരു കമ്മിറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വൈദികൻ എന്തു പറയുന്നു, വൈദികൻ്റെ കൂടെ നിൽക്കും. ചിലപ്പോൾ ഒപ്പീനിയൻ ഡിഫറൻസ് വരണം, അത് ഹെൽത്തിയാണ്, ഇറ്റ് ഷുഡ് ബിക്കം. കാരണം ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഓട്ടോക്രസി ആയിട്ട് മാറും. അത് വളരെ ഹെൽത്തി ആയിട്ട് ഈ കഴിഞ്ഞ 4 വർഷക്കാലം നടന്നു. എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും, പ്രത്യേകിച്ച് ഓഫീസ് ബെയറേഴ്സിനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ സാധാരണ ടീച്ചേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, ഞാൻ ടീച്ചേഴ്സിന് മീറ്റിംഗ് എടുക്കും, ഞാൻ പറയും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടീച്ച് എ ടീച്ചർ. ടീച്ചറിനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ബിക്കം എ സ്റ്റുഡൻറ്റ്. യു ക്യാൻ ലേൺ എവറിഥിങ് എവറി ടൈം. യു ക്യാൻ ലേൺ വെറെവർ യു ക്യാൻ ഗോ. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഓരോ ഇടവക കഴിയുമ്പോഴത്തേനും ഒരു അച്ഛൻ വൈദികൻ ഓരോ മെച്ചോറിറ്റി ലെവലിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. ആ ഇടവകയിൽ കൂടെ സഞ്ചരിച്ച ഇടവകയുടെ പ്രശ്നങ്ങളെ കൂടെ നിന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം വൈദികനും കൊടുക്കും. ആ അനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ്. ഈ 4 വർഷക്കാലം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നു, എന്നോടൊപ്പം നിന്നു. ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് ജോണങ്ങളിനറിയാം, പാതിരാത്രിക്ക് ഞാൻ വിളിക്കും. ചില സമയത്ത് കെ വി ജോണങ്ങളുടെ ആ പ്രയാസം ഉണ്ടെന്ന് ജേക്കബങ്ങളും ഞാൻ രാത്രി 3 മണിക്കാണ് വിളിച്ചത്. നമ്മുടെ ബിജു അങ്കിളിനെ 3 മണിക്ക് വിളിച്ചു. ബിജു അങ്കിളെ നമ്മുടെ കെ വി ജോണങ്ങൾ മരിച്ചു. ശരിയങ്ങളിൽ ഞാൻ വിളിച്ചു. ആ സമയത്ത് അച്ഛനെ എത്തി, ഞങ്ങളൊപ്പം എത്താം. ഒരിക്കലും ഒരു നോ എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല. കോവിഡിൻ്റെ ആ ഒരു പീക്ക് ടൈമിൽ പോലും ജോണങ്ങളിനറിയാം, അമ്മിണിയാണ്ടിയുടെ അടക്കത്തിന് അങ്കിളെ നമ്മൾ എന്ത് ചെയ്യണം, അച്ഛനെത്താൻ ഞങ്ങൾ പറയാം. പേടിയില്ല. ഇവിടെ മനുഷ്യൻ ഒരു കാര്യം തൊടണമെങ്കിൽ 10 പ്രാവശ്യം സാനിറ്റൈസ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നത്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം കൂടെയാണ്. ഇത്ര ഒരു സ്നേഹബന്ധത്തിൽ ഒരുമിച്ചായിരുന്ന ഒരു ദേവാലയം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങളെല്ലാവരുടെ സന്തോഷം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നേരത്തെ ഇവിടുന്ന് പോയ വർഗീസ് കുര്യനങ്ങളാകട്ടെ, പി സി തോമസ് ആകട്ടെ, നമ്മുടെ ജോർജ് അങ്ങളാകട്ടെ, ഞാൻ ഇന്നും ചില സ്കൂളിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ജോർജ് അങ്ങളെ വിളിക്കും. അങ്ങളുടെ സമയത്ത് എങ്ങനെ ചെയ്തായിരുന്നു? അദ്ദേഹം ഇവിടുന്ന് പോയെന്നല്ല, ഇന്നും പറയും, ഓരോ കാര്യങ്ങൾ പറയും. ഒരിക്കലും അങ്ങനെ ഇല്ല ഇനി ഞാൻ അവിടുത്തെ ഇതല്ലല്ലോ, ഇനി ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നുമില്ല. ചിലരെ വിളിക്കുമ്പോൾ ചിലർ പറയാച്ചാൽ ഞാൻ മറന്നുപോയെന്ന് പറയും. പക്ഷെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പോയ വ്യക്തികളെല്ലാം, ഏബ്രാഹ്മണങ്ങളാകട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ തന്നെ, എന്തെങ്കിലും കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടെ നിൽക്കും. അവരൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഏലിയാമാണ്ടി ആകട്ടെ, നമ്മുടെ ഇവിടുന്ന് സെൻഡ് ഓഫ് കൊടുത്ത് പോയ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരു വൈദികന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ശുശ്രൂഷക സംഘമാണ്. അച്ഛൻ്റെ ഈണത്തിലല്ല വാസ്തവത്തിലേക്ക്, അച്ഛൻ്റെ പാട്ടിൻ്റെ മാധുര്യമല്ല. അച്ഛൻ ഒരു ബലി അർപ്പിക്കുമ്പോൾ ശുശ്രൂഷകർ അച്ഛൻ്റെ കൂടെ ശ്രദ്ധയോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ശ്രദ്ധ മാറുന്നില്ല. അത് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സണ്ണി അങ്കിൾ ഏറ്റവും പ്രായം കൊടുത്ത ആളാണ്. ഓഫീസിന് ചിലപ്പോൾ 5:30 6 മണിക്ക് വരും. ഞാൻ പറയും, അങ്കിൾ ഇന്ന് വൈകിട്ട് സന്ധ്യാ നമസ്കാരമുണ്ട്, അച്ഛൻ ഞാൻ എത്തിക്കോളാം, അച്ഛൻ പേടിക്കണ്ട, 5:30 ആകുമ്പോൾ ഇവിടെ കാണും. ചിലപ്പോൾ എനിക്ക് ശാരീരികമായ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 6 മണിക്ക് നേരത്തെ നടത്താം, ഒരു കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഈ ചൂടത്ത് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് ഏകദേശം 20 കിലോമീറ്റർ ദൂരം വന്നിട്ട് എങ്കിൽ തന്നെ ശുശ്രൂഷ ആരാധനയിൽ സംബന്ധിക്കും. പ്രിയപ്പെട്ട റിജോ നമ്മുടെ പ്രധാന ശുശ്രൂഷകനാണ്. ഏതൊരു കാര്യത്തിനും എവിടെ പോകണമെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ തന്നെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം.
പ്രയർ മീറ്റിംഗ് ആകട്ടെ, ഒരിക്കലും നോ എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗം. ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹീതമായിട്ട് മുന്നോട്ട് ക്രമീകരിച്ചുകൊണ്ട് തുടക്കത്തിലൊക്കെ ഞങ്ങൾക്ക് ശബ്ദത്തിന് ചെറിയൊരു പിച്ച് വ്യത്യാസമുണ്ട്. ചില സമയത്ത് അവൻ വായിക്കുമ്പോൾ എനിക്ക് ചെറിയ പ്രയാസം വരും, അല്ലെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ അവൻ ചില പ്രയാസമാകും. പക്ഷേ എനിക്ക് കാലക്രമേണ എനിക്ക് പറഞ്ഞില്ല, പാത്രം ഒരുമിച്ച് ഇടിച്ചിടിച്ചിടിച്ച് സ്വരം എല്ലാം ഒന്നാവെന്ന് പറഞ്ഞ പോലെ തന്നെ അവസാനം ആയപ്പോഴത്തേന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാട്ട് ഞാൻ ഇട്ടാൽ അത് കൂടെ പാടാൻ വേണ്ടി വളരെ നല്ലൊരു അനുഗ്രഹീതമായിട്ട് അനുവിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം അനു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫയർ ബ്രിഗേഡ് അനുവിടെ കുടുംബം എന്ന് പറയുന്നത്. ഏതൊരു പ്രയാസം വന്നാലും ഞാൻ കഴിഞ്ഞ 9 വർഷമാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ തല കറങ്ങി താഴെ വീഴും, ഒന്നും അറിയത്തില്ല എന്ത് ചെയ്യണം, തല കറങ്ങി ബോധം കെട്ട് കിടക്കും അവിടെ പാഴ്സനേജിൽ. മമ്മി ഉടനെ വിളിക്കുന്നത് ആൻസി ഓടിവ, അച്ഛന് ബോധമില്ല. രാവിലെ 5 മണിക്കാണ്. ആ 5 മണിക്ക് എനിക്ക് 4:45 എങ്ങാണ്ട് ആയുള്ളൂ. ഓടി വന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തു. അതിന് ശേഷമുള്ള മെഡിക്കൽ ചെക്കപ്സ് ആകട്ടെ എല്ലാം. എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്ന കാരണം നമ്മുടെ മെമ്പേഴ്സ് എല്ലാം ദൂരെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? ജസ്റ്റിനാകട്ടെ ഇവരൊക്കെയാണ്. ഒരു ഫോൺ കോളിൻ്റെ ദൂരത്തിൽ നിൽക്കുന്നവർ. പുതിയ അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ഫയർ ബ്രിഗേഡോ ഏറ്റവും പിടിച്ചോണം, കാരണം ഏറ്റവും അടുത്ത് ഇവരേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് ഓടി എല്ലാവരും വരും, ആരും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. പക്ഷെങ്കിൽ ഏറ്റവും അടുത്ത് ഇവരായതുകൊണ്ട് തീർച്ചയായിട്ടും ചില സമയത്തൊക്കെ പ്രയാസം വരുമ്പോൾ, ഞാൻ സ്കൂളിലുള്ള സമയത്ത് ചില വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ എന്നോട് വായിക്കുന്ന ഒരു വാക്ക് കേട്ടിട്ടുള്ളൂ, അച്ഛാ കുഴപ്പമില്ല അച്ഛാ, എല്ലാം നടക്കും, ഇത്ര നടന്നില്ല. അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന, പ്രത്യേകിച്ച് ആൻസി ആകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ വളരെ സന്തോഷമായിട്ട് ഓരോരുത്തരും. ഞാൻ ഒരു വ്യക്തിയെ മാത്രം എടുത്തതെന്ന് ബാക്കി എല്ലാവരും മറക്കുന്നതല്ല വാസ്തവത്തിൽ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇവിടെ കൈയെത്താൻ ദൂരത്ത് നിൽക്കുന്നത് കാരണം എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇവർ. കുഞ്ഞുങ്ങളെ ചില സമയം ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം കാര്യങ്ങൾ പുതിയ പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ, പക്ഷേ ഞാൻ കുർബാന മധ്യേ ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. പുറത്തിറങ്ങിയിട്ട് ഞാൻ ചിലപ്പോൾ ഇവിടെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ച് ശുശ്രൂഷകൻ ദേവാലയത്തിൽ മാലാഖയുടെ സ്ഥാനത്താണ്. മാലാഖ എന്ന് പറയുന്നത് ആരാണ്? When you read the Bible, there are 2 types of angels. First one, those who are with God. The second one, those who are fallen. വീണവനാരാ? ഈഗോ ഉള്ളവനാ വീണത്, പഠിക്കാൻ കഴിയാത്തവനാ വീണത്. അപ്പോൾ ശുശ്രൂഷകരായി നിങ്ങൾ എവിടെ പോയാലും ഒരു കാര്യം എപ്പോഴും ഓർത്തണം, ഓൾവേസ് ലേൺ, ഓൾവേസ് ബി പൊലൈറ്റ്, ഓൾവേസ് ബി ഹംബൽ. നമ്മൾ ദൈവത്തിന് അടുത്ത് നിൽക്കുന്നവരാണ്, ദൈവത്തിൻ്റെ തേജസ്സിനെ വഹിക്കുന്നവരാണ്, സഹിക്കുന്നവരാണ്, കാണുന്നവരാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ പോകണമെങ്കിൽ, കാരണം നിങ്ങൾ 2 കണ്ണുകൊണ്ട് കാണുമ്പോൾ താഴെ നിൽക്കുന്ന ഒരു 100 കണ്ണ് നിങ്ങളെ കാണും. ചിലപ്പോൾ ഞാൻ ജോഷുവ വഴക്ക് പറയും, എടാ നീ നേരെ നിൽക്കണം, കാരണം നിന്നെ നോക്കുന്ന 100 കണ്ണ് താഴെയുണ്ട്. അവരുടെ ശ്രദ്ധ ചിലപ്പോൾ മാറിപ്പോകും, നിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് കാരണം. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിൽക്കണം. ശുശ്രൂഷകളുടെ എല്ലാ സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല സ്വർഗീയമായിരിക്കുന്ന ആരാധന നടത്തുവാൻ നമുക്കിവിടെ സാധിക്കും. എനിക്ക് വലിയ സ്വരമൊന്നുമില്ല, ഞാൻ സാധാരണ കോയറുകാർക്ക് അറിയാം. ഇനി ജേക്കബങ്ങളുള്ള സമയത്ത് ഞാൻ ജേക്കബങ്ങളോട് പറയുമായിരുന്നു, ജേക്കബങ്ങൾ അച്ഛൻ മൈനറാണ് മേജർ. ഞാൻ പറഞ്ഞു, അങ്കിൾ എനിക്ക് മൈനർ മേജർ ഒന്നും എനിക്കൊന്നും അറിയത്തില്ല, പാട്ട് പാടും, അങ്കിളിന് ഏത് കട്ട പിടിക്കാൻ പറ്റുന്ന പിടിച്ചോണം, എനിക്ക് അത്രേ അറിയത്തുള്ളൂ, എനിക്കിതിനകത്ത് മൈനർ മേജർ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ആ സമയം മുതൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ കൂടെ നിന്നു, നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കാൻ സാധിച്ചു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷകൾ വാഴട്ടെ. കൊയർ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഡൽഹിയിൽ പല പള്ളിയിൽ പോകുമ്പോൾ ഈ വാക്ക് തന്നെ ആദ്യമേ കൊയർ ലീഡർ വന്ന് ചോദിക്കുന്നു, അച്ഛൻ F മൈനർ ആണോ C മേജർ ആണോ? അവരുടെ കുഞ്ഞ് ഇതൊന്നും എനിക്കറിയത്തില്ല. ആ സമയത്ത് ദൈവം എന്തു തരുന്നു അതാ എൻ്റെ ശബ്ദം, അതാ എൻ്റെ ആരാധന. അത് ഇന്ന് വേറെ ആയിരിക്കും, അടുത്ത ആഴ്ച വേറെ ആയിരിക്കും. ഇന്ന് എനിക്കൊരു വേദന ഉണ്ടെങ്കിൽ ഞാൻ കരയും, എനിക്കൊരു നാണമില്ല. ത്രോണോസ് മുമ്പേ കരയാൻ എനിക്കൊരു ഭയമില്ല, നാണമില്ല. എൻ്റെ തമ്പുരാൻ്റെ സന്നദ്ധത്തിലേക്ക് എൻ്റെ കണ്ണുനീര് വീഴുന്നത് എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ആരാധനയ്ക്ക് നിൻ്റെ മേജറും വരത്തില്ല, നിൻ്റെ മൈനറും വരത്തില്ല, തമ്പുരാൻ്റെ കരുണ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ കൊയർ അംഗങ്ങൾ ഏത് ആരാധനയാണെങ്കിൽ, ഞാൻ കുഞ്ഞുമോളാണ്ടി ആകട്ടെ, ഞങ്ങൾ ചില സമയത്ത് ദുഃഖവെള്ളിയാഴ്ച തലേദിവസമൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, ഈ പാട്ട് ഇച്ചിരി കട്ടിയുള്ള പാട്ടാണ്, പിടിച്ചോണേ, കാരണം ഇത് ചിലപ്പോൾ അങ്ങേ അറ്റം എത്തുമ്പോഴത്തേന് തെറ്റിപ്പോകും. പക്ഷെ അവർ വളരെ ശക്തമായിട്ട് കൂടെ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഷോണാകട്ടെ മാർലീനാകട്ടെ പാടിയ കുഞ്ഞുങ്ങളെല്ലാവരും ഒരു വൈദികന്റെ ശുശ്രൂഷ എത്ര മനോഹരമാക്കാൻ പറ്റുമോ. ഞാൻ സാധാരണ കണ്ടിട്ടുണ്ട്, നാട്ടിലൊക്കെ ആണെങ്കിൽ കൊയറും അച്ഛൻ തമ്മിലൊരു കോമ്പറ്റീഷനാണ്.
ചിലപ്പോൾ അച്ഛൻ്റെ മൈക്കിൻ്റെ ശബ്ദം കൂടും, ചിലപ്പോൾ കോയറിൻ്റെ മൈക്കിൻ്റെ ശബ്ദം കൂടും. നമ്മുടെ ഇവിടെ ഉള്ളൂ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 4 വർഷം മൈക്ക് തൊടാതെ പോയത്. ആ സിസ്റ്റം ആരും തൊട്ടിട്ടില്ല. അത് ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ശബ്ദം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. കോയറുകാർക്കും അറിയാം നമ്മുടെ മൈക്കിനകത്ത് ഒരു വ്യത്യാസമില്ല. ആരെയും കൂടുതൽ കേൾക്കുന്നില്ല, ആരുടെയും കുറവ് കേട്ടു. അത് ഒരു അനുഗ്രഹമാണ്, ഒരു സന്തോഷമാണ്. നിങ്ങളെല്ലാവരുള്ള സന്തോഷം, പ്രത്യേകിച്ച് ജേക്കബ് അങ്കിൾ മുതൽ ആ ഒരു അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ, എനിക്കൊരു പ്രയാസമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പുറത്ത് പോകുമ്പോൾ നമുക്കിവിടെ ഒരു കുറവ് വരുന്നത്. ഇനിയിപ്പോൾ ഷോണൊക്കെ പഠിച്ച് പുറത്ത് പോകുമ്പോഴത്തേന് മർലിൻ പുറത്ത് പോകും, പിന്നെ നമുക്ക് ഇനി അടുത്ത തലമുറയില്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രയാസം. ഈ കഴിഞ്ഞ ജൂൺ മാസം ഇലക്ഷനുകളിനെ അറിയാം. ശുശ്രൂഷ നടത്താൻ ഇവിടെ ആരുമില്ല. താഴെ ജിജോ നിപ്പുണ്ട്, ജോഷോ നിപ്പുണ്ട്. ദുബൂട്ടി ആരെടുക്കും, പാട്ടാര് വായിക്കും, ഒരു പിടിയും കിട്ടുന്നില്ല, എന്തു ചെയ്യുന്ന അറിയത്തില്ല. അപ്പോഴത്തെ ദൈവം അദ്ദേഹത്തെ വിളിച്ചു, നീ കയറി. ദൈവം വിളിച്ചതാ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളല്ല. എൻ്റെ തമ്പുരാൻ വിളിച്ച് പറയുന്നതാ, എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു കുറവ് വരാൻ പാടില്ല. ആ സമയത്ത് ദൈവം നമുക്ക് യോജിച്ച് കുപ്പായം തരും, അല്ലെങ്കിൽ ആ സൈസിലെ കുപ്പായം കിട്ടത്തില്ല. ഇതല്ലാത്ത ദിവസം വന്നാൽ ആ കിടത്തെ ഒരിക്കലും ദൈവം വിളിക്കുന്ന ഒരു ദിവസമാണ്. അത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയിൽ കൂടുന്ന ഇന്ന് ബിന്നു കൂടി ഒരു സന്തോഷമുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരുമിച്ച് ആരാധനയിൽ കൂടുമ്പോൾ ഒരു ആരാധന എത്ര മനോഹരമാക്കുന്ന ഒരു സന്തോഷമാണ്. അതിനൊരിക്കലും ആൾ കൂടിപ്പോയി അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ സ്ഥലമില്ല എന്നെ സംബന്ധിച്ചൊരു വിഷയം. എന്നെ സംബന്ധിച്ച് ആരാധന എത്ര നല്ല ആക്കാൻ പറ്റുന്നു അത് അത്ര നല്ല ആകണം. നമ്മളല്ല അതിനകത്ത്, ദൈവനാമമാണ് അതിനകത്ത് മഹത്വപ്പെടുത്തുന്നത്. അലക്സങ്ങൾ മുതൽ സൈന്യങ്ങൾ എല്ലാവരും ഉള്ളവരുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സമാജത്തിൻ്റെ എനിക്ക് തോന്നുന്നത് ചില സമയത്ത് ഞാൻ പറയും ഇവിടെ ഞാൻ സമാജം ഇന്ന് കാണും, പക്ഷേ എനിക്ക് ശാരീരികമായി ചില സമയത്ത് മൈഗ്രെയിൻ അങ്ങ് ഷൂട്ടപ്പ് ചെയ്യും. ചിലപ്പോൾ പോയ ഉടനെ ഞാൻ ഇവിടുന്ന് പോയി കിടന്നിറങ്ങും, മമ്മിക്കറിയാതെ എനിക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ആ 12 മണിക്ക് ഓർക്കുന്നത്, അയ്യോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സമാജം ഉണ്ടെന്ന്. ഓടി വരുമ്പോൾ ഇവിടെ കാത്തിരിക്കും, പോകത്തില്ല. പിന്നെ ഞാനൊരു വാക്ക് പറയും, നമ്മളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ ഒരിക്കലും നോ എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഇനി കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. അവൻ്റെ പപ്പ, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി നമ്മുടെ ഈ ഗോമതി നഗറിൻ്റെ അതിനകത്ത് കിട്ടി. എങ്ങനെ മരിച്ചു അറിയത്തില്ല, ഒന്നുമില്ല. അമ്മയ്ക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഒരു മോനേ ഉള്ളൂ. ഇവരെ പഠിപ്പിക്കാൻ പറ്റുന്നു ഇല്ല, നമുക്കറിയത്തില്ല എന്തുവാണ്. അവർ ഇവിടുന്ന് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, കാരണം ഈ കുഞ്ഞിൻ്റെ ഫീസൊന്നും അവർക്ക് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് അവസരം, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഞാൻ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛാ കുഴപ്പമില്ല അച്ഛാ, നമുക്ക് ചെയ്യാം. എല്ലാ കാര്യത്തിനും ഒരിക്കലും ഒരു നോ എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല. സന്തോഷമുണ്ട്, എല്ലാവരോടുള്ള സന്തോഷം, പ്രത്യേകിച്ച് സമാജത്തിലെ എല്ലാ അംഗങ്ങളോടും. സൺഡേ സ്കൂൾ, ഞാനൊരു ദേവാലയത്തിൽ പോയി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സൺഡേ സ്കൂളിനെയാണ്. എനിക്ക് ഒരു 3 വർഷക്കാലം ഞാൻ എല്ലാ നമ്മുടെ സാധാരണ മീറ്റിങ്സിന് തുടക്കത്തിൽ വരുമായിരുന്നു. പിന്നീട് ചില ഈ ടൈം കൺസ്ട്രെയിൻ കാരണം ചിലപ്പോൾ വരാൻ പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നിങ്ങളാണ് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞങ്ങളുടെ കാലം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരു പക്ഷേ 10, 15, 20 വർഷം അങ്ങേപ്പുറത്ത് ഞങ്ങളുടെ ജീവിതം ഇല്ല. നിങ്ങളാണ് മലങ്കര സഭ എന്ന് പറയുന്നത്. ഈ സഭയെ മനസ്സിലാക്കണം, ഇതിൻ്റെ ആരാധന മനസ്സിലാക്കണം, ഇതിൻ്റെ ആരാധനയുടെ സൗന്ദര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ വിശ്വാസം മനസ്സിലാക്കണം. നിങ്ങൾ പോകുമ്പോൾ, കാരണം നിങ്ങളുടെ പാരൻസ് ഇവിടെ അന്ന് വന്നപ്പോൾ ഇവർ ഒരുമിച്ച് കൂടിയില്ലായിരുന്നു, ഇവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവരെടുത്ത ത്യാഗം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് 4-5 AC ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു സ്കൂട്ടറിൽ പോലും നമുക്ക് ഇല്ല. സൈക്കിൾ ചവിട്ടിയാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഷെഡിൻ്റെ ചൂട് നമുക്കറിയാം. നമ്മൾ പണ്ട് ഷെഡായിരുന്നല്ലോ നമുക്കിവിടെ, എന്തുമാത്രം ചൂട്. അല്ലെങ്കിൽ മറ്റേ പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രയാസം നമുക്കറിയാം. കാരണം ഏത് സമയത്ത് ഇറങ്ങി പോകണം നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയേറെ ത്യാഗം സഹിച്ചവരാണ് നിങ്ങളുടെ പേരൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് ദിസ്. പ്രത്യേകിച്ച് നമ്മുടെ ലക്നൗ പള്ളിക്ക് ഒരു അനുഗ്രഹമുണ്ട്. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വളരെ ടാലൻറ്റഡ്. ഇവർക്ക് ഒരു വേദി കിട്ടിയാൽ ആ വേദിയിൽ ഇവർ നല്ല രീതിയിൽ വരും. പ്രത്യേകിച്ച് ഷോൺ ഞാൻ എടുത്തു പറയുകയാണ്, ഡൽഹിയിലെ വലിയ വലിയ പള്ളികൾ പോലും ഇന്റർ ഡയസിസ് ലെവലിലേക്ക് പോകത്തില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ലക്നൗ എന്ന വാക്ക് അവിടുത്തെ അനൗൺസ്മെൻറ്റ്സിനകത്ത് വരുന്നത്. ലക്നൗ ഫസ്റ്റ് കിട്ടി, ലക്നൗ സെക്കൻഡ്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം നമ്മളിപ്പം ഈ കഴിഞ്ഞ 4 വർഷക്കാലം അല്ലെങ്കിൽ റണ്ണറപ്പ് കാണും, അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് കാണും. നമ്മളൊരു സാന്നിധ്യം നമ്മൾ അറിയിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിയാണ്. അതായത് പറഞ്ഞത്, ഞാൻ സാധാരണ ദുബൈയിലുള്ള സമയത്ത് എന്നെ ആൾക്കാർ അച്ഛനെ കാട്ടി കൂടുതൽ അറിയുന്ന ജോഷുവയുടെ പേരിലായിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് നമ്മൾ അറിയപ്പെടുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. സൺഡേ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും, പ്രത്യേകിച്ച്
ഹെഡ് മാസ്റ്റർ സുബിനുണ്ട്. ഇവിടെ ജനിച്ച് വളർന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഷ അറിയുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം അറിയുന്ന നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോ ആരാധനയിലും പുതിയ പുതിയ ആൾക്കാരുണ്ട്. ഇന്ന് ഒത്തിരി പുതിയ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ നമ്മൾ ദേവാലയത്തിൽ കോയിൻസിഡൻസിൽ വന്ന് കാണും. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് ആരാധനയിൽ സംബന്ധിക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾ എത്ര ഒരു പ്രയാസമാണെങ്കിൽ നമ്മൾ പോയിട്ട് സംബന്ധിക്കണം. ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. ഇവിടെ എൻ്റെ അമ്മ ഇരിപ്പുണ്ട്. ഞങ്ങൾ ബാൻസ്വാഡയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷേ ഞാൻ ജനിച്ചു വളർന്നത് ബാൻസ്വാഡയിൽ നിന്ന് ഒരു 52 കിലോമീറ്റർ ദൂരെയുള്ളൊരു ഗ്രാമത്തിലാണ്. രാവിലെ കുർബാനയ്ക്ക് എത്തണമെങ്കിൽ അന്ന് ഞങ്ങളുടെ പപ്പയുടെ അടുത്ത് പഴയ ജാവ വണ്ടിയാണ്. ഈ സാധനം 40 വേണ്ടി പോകത്തേയില്ല. ഒരിക്കലും 40 സ്പീഡ് പോയിട്ടില്ല. അപ്പോൾ ഇത് 52 കിലോമീറ്റർ 58 കിലോമീറ്റർ ദൂരേന്ന് ഇത് ഓടിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ റോഡ് പോലും നല്ലയില്ല. പക്ഷേങ്കിൽ ആരാധനയിൽ സംബന്ധിക്കണം. എൻ്റെ അമ്മ, എൻ്റെ പപ്പ, അവരുടെ നിർബന്ധമാണ് നമുക്ക് ആരാധനയെ സംബന്ധിച്ച് പറ്റത്തുള്ളൂ. അതാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മാതാപിതാക്കളുടെ അന്നത്തെ പ്രയാസം കൊണ്ടാണ്, അല്ലെ അന്നത്തെ അവരുടെ ആ ഒരു അധ്വാനം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആയതുകൊണ്ട് പുതിയ വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടുന്ന അവസരമാണ്, ഒരു അനുഗ്രഹമാണ്. ഈ ദേവാലയത്തിൽ ആക്റ്റീവായിട്ട് നിങ്ങൾ നിൽക്കണം. ഇവിടുത്തെ പറ്റുവാണെങ്കിൽ ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കണം. ഇതിനെക്കാട്ടി വലിയൊരു നല്ല സമൂഹം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഇത്ര നല്ല അനുഗ്രഹീതമായിരിക്കും ദേവാലയമാണ്. പുതിയ വന്ന എല്ലാവരോടും സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഞങ്ങളുടെ ചെറിയ കുടുംബമാണ്, ചെറിയ ഭവനമാണ്. ഞാൻ സാഹചര്യങ്ങളോട് കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ മൂലമന്ത്രയാണ്, എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല. ആഗ്രഹം കുറവുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതെൻ്റെ അമ്മയ്ക്കും അറിയാം, അതെൻ്റെ ഭാര്യയ്ക്ക് അറിയാം. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ 15 വർഷമായിട്ടുണ്ട്. പുള്ളിക്കാരത്തിക്ക് അറിയാം ഈ മനുഷ്യന് വലിയ ആഗ്രഹമില്ലാത്തൊരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഡിമാൻഡ് ചെയ്യാത്തൊരാളാണ്. പക്ഷെങ്കിൽ എൻ്റെ കുറവ് മനസ്സിലാക്കി നിങ്ങൾ എന്നോട് കൂടെ നിന്നു. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഞാനിത് പാഴ്സനേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആരും നോ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. ഇല്ല അച്ഛൻ, നമുക്ക് ചെയ്യണം, നമുക്ക് പണിയണം, അടുത്ത് വരുന്ന ആളിന്നത് കിട്ടണം. ഇതാണ് നമ്മുടെ ഒരു ക്രിസ്തീയ ഒരു ജീവിതമെന്ന് പറയുന്നത്. എനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ കിട്ടത്തില്ല, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ വരുന്ന ആളിൽ നിന്ന് അത് നിരോധിക്കാൻ ഞാൻ ആരുമല്ല. അവന് വേണ്ടി ഞാൻ നിൽക്കണം. പ്രത്യേകിച്ച് ജേസൺ അച്ഛൻ, ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ 4th ഇയർ പഠിക്കുമ്പോൾ അച്ഛൻ പ്രീ സെമിനാറിനായിട്ട് ഞങ്ങൾ ശാന്തിഗ്രാമിൽ ഒരുമിച്ച് ഒരു വർഷം ഉണ്ടായിരുന്നു. ഇത്ര നല്ല വൈദികൻ, ഞാൻ എൻ്റെ അനുജനെ പോലെ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വൈദികൻ കൂടെയാണ്. കാരണം ഞാനത് ചുമ്മാ വാക്ക് പറഞ്ഞല്ല. ഈ പ്രത്യേകിച്ച് നാളെ ഞാൻ പോകേണ്ടതായിരുന്നു. അപ്പോൾ കാരണം ഗോളിയറിലെ അച്ഛന് ഡൽഹിയിലോട്ട് മാറുന്നത് 5-ാം തീയതിയാണ്. അപ്പോൾ ഈ 4 ദിവസം എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അച്ഛനോട് എനിക്ക് പറയാൻ പറ്റത്തുമില്ല. അച്ഛൻ വികാരിയാണ്. അച്ഛനോട് 30 കഴിഞ്ഞിട്ട്, നാളെ കഴിഞ്ഞിട്ട് എനിക്കിവിടെ ചുമതലയില്ല. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ അമ്മ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു വിഷയമുണ്ട്. അച്ഛൻ പറഞ്ഞു, എൻ്റെ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അച്ഛൻ്റെ വരവ് 4 ദിവസം ഡിലേ ആക്കി. ഇതൊരു സ്നേഹമാണ്. ചിലത് കണ്ടിട്ടുണ്ട് ഞാൻ, അതൊന്നും പറ്റത്തില്ല. തിങ്കളാഴ്ച അച്ഛൻ വേണമെങ്കിൽ ക്ലാസ് റൂമിലെല്ലാം പോയിട്ട് താമസിച്ചോളാം, ഞാൻ തിങ്കളാഴ്ച അങ്ങനെ പറയുന്ന വൈദികരെ ഞാൻ കണ്ടിട്ട്. പക്ഷെങ്കിൽ ഇത്രയും സ്നേഹിക്കുന്ന, ഇത്രയും പരസ്പരം അറിയുന്ന നിങ്ങൾക്ക് ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും അടുത്ത 3 വർഷം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. വൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത്, ഞാൻ ചില സമയത്ത് ഓർക്കാറുണ്ട്. ഈ ശവ അടക്കത്തിന് പോകുമ്പോൾ ഈ ശവടക്കത്തിന് കിടക്കുന്ന ശരീരത്തിൽ ഞാൻ ഓർക്കുന്നത്, ഈ വർഷം, ഈ 40 വർഷം 50 വർഷം ഈ പുള്ളി എന്തൊക്കെയാണ് പറഞ്ഞത്, കണ്ട് കിടക്കുന്ന ജഡശരീരം കണ്ടോ? അതേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെല്ലാം ആരാ? ദൈവം. ലെനി അച്ഛനാകട്ടെ, ജോൺ ഷാമുൽ അച്ഛനാകട്ടെ, ജോയ്സൺ അച്ഛനാകട്ടെ, പത്രോസ് അച്ഛനാകട്ടെ, ബിജു അച്ഛനാകട്ടെ, ജോർജ് എബ്രഹാം അച്ഛനാകട്ടെ, നേനാൻ അച്ഛനാകട്ടെ, സജി അച്ഛനാകട്ടെ, ഇങ്ങനെ പുറമോട്ട് പോകുന്നു. ഞങ്ങളെല്ലാവരെയും ഉപയോഗിച്ചത് ആരാ? ദൈവം. ഞങ്ങളാരും അങ്ങനെ ഒരു പ്രത്യേക കഴിവ് കൊടുക്കുന്നത് ആരാ? ദൈവം. എന്തിനു വേണ്ടിയാ? എൻ്റെ ഇടവകയിൽ ഇതെനിക്ക് വേണം, നീ പോയിട്ടത് ചെയ്യണം. അത്രേ ഉള്ളൂ. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവമാണ് കൈ കെട്ടിയിരിക്കുന്നത്, നീ ഇപ്പം ഇത് ചെയ്യണ്ട. അതുകൊണ്ട് എല്ലാം ദൈവത്തിന് അനുഗ്രഹമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ എന്നോട് കൂടെ നിന്നു. പ്രത്യേകിച്ച് ജഗദീഷ്പൂർ എനിക്ക് ഒത്തിരി വരാൻ പറ്റിയില്ല എങ്കിൽ തന്നെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥലമുള്ളത് ബാരാബങ്കിയേ ഉള്ളൂ എനിക്ക് പോകാൻ പറ്റാതെ പോയത്. ബാക്കി എല്ലാ വീടുകളും ഞാൻ എല്ലാവരുടെയും വന്നിട്ട് പറയാൻ സാധിച്ചു. ഈ 4 വർഷക്കാലം ഞാൻ സാധാരണ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ അറിയാം, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടത്തില്ല.
പക്ഷെ അറിയാതെ എൻ്റെ വായിൽ എന്തെങ്കിലും നിങ്ങൾ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വൈദികൻ ഇടയൻ നിലയിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അത് എൻ്റെ ദൗത്യമാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരു പ്രയാസം വന്നിട്ട് അത് ഇവിടെ ഉപേക്ഷിച്ച് നമ്മൾ ഒരുമിച്ചായിട്ട് പോകണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്. ദൈവം നമ്മൾ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഈ 4 വർഷക്കാലം എനിക്ക് വേണ്ടി ഭവനത്തിൽ നിങ്ങൾ തന്ന സ്നേഹത്തെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഒരിക്കലും ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പോകത്തില്ല. ഞാൻ സാധാരണ പോയി കഴിഞ്ഞിട്ട് പിന്നെ പള്ളികളിൽ എല്ലാവരും വിളിക്കാറില്ല. കാരണം സാധാരണ ചിലരുണ്ട് ഈ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ എന്ത് നടന്നു, അപ്പോൾ എന്ത് നടന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈവ് കമ്മിറ്റിനകത്ത് ഫോണും പോയിക്കൊണ്ടിരിക്കും. എനിക്കത് പറ്റത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്, ത്രോണോസിൽ ഞാൻ നിങ്ങളെ ഓർക്കും. എനിക്കതിനല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ കാലം ഇന്ന് കഴിഞ്ഞു. ഇന്ന് കുർബാനയുടെ കൂടെ ഞാൻ ഒഫീഷ്യൽ വികാരിയിൽ നിന്ന് സ്ഥാനം കൊണ്ട് വിരമിച്ചു. ഇനി അടുത്ത വൈദികൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് എല്ലാം ശരി. അങ്ങനെ ആകാവൂ. അടുത്ത വൈദികൻ നിങ്ങൾ ഒരുമിച്ചെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അത് ശരിയാണ്. അതങ്ങനെ ആകാവൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ്സൺ അച്ഛനോട് കൂടെ നിന്നുകൊണ്ട്, അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട്, അച്ഛൻ ഒത്തിരി കഴിവുകളുണ്ട്, ഒത്തിരി അനുഗ്രഹമുണ്ട്. ഈ സ്കൂൾ ഒരു അടുത്ത ലെവലിലേക്ക് എത്തണം. നമുക്കൊരു വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഈ സ്കൂൾ അടുത്ത ലെവലിലേക്ക്, പ്രത്യേകിച്ച് സ്കൂൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും, പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റിനെ എടുത്ത് പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ ജോർജങ്ങൾ ഇവിടെ ഉണ്ട്, വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ജോൺ ഷാമലച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ജോർജങ്ങൾ അങ്ങ് പോവുക. എനിക്ക് വലിയ പ്രയാസമായിരുന്നു. കാരണം ആ സമയത്ത് ഇനി വേറെ ആരും ഇല്ല. എങ്ങനെ ചെയ്യും, മുന്നോട്ട് എന്ത് ചെയ്യും? റിജോ പുതിയ വന്നിട്ടേ ഉള്ളൂ. ബാക്കി പഴയ എനിക്ക് അനുവിനെ കുറിച്ച് എനിക്ക് അത്ര അറിയത്തില്ല. എനിക്ക് ആയപ്പാട് അറിയാവുന്ന ജോർജങ്ങളെ കുറിച്ചുണ്ടായിരുന്നു. ജസ്റ്റിൻ ആ സമയത്ത് പുതിയ വന്നിട്ടുള്ളൂ. ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? പക്ഷെ ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് ഇവിടെ നിന്നുണ്ട് പറയുക, ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫ്, ജസ്റ്റിൻ അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. അത് ഒരു മൾട്ടി ഡയമെൻഷണൽ പേഴ്സണാലിറ്റിയാണ്. ഒത്തിരി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവൻ ഇതൊന്നും പറയത്തില്ല, ആരുടെ മുമ്പേ പറയത്തില്ല. പക്ഷേങ്കിൽ അവൻ എടുക്കുന്ന വർക്കിൻ്റെ ഒരു കണക്കിൽ അത്രമാത്രം അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സത്യം പറഞ്ഞാൽ സ്കൂളും മാനേജ്മെൻറ്റും തമ്മിലുള്ള ലിങ്കാണ് ജസ്റ്റിൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇച്ചിരി ഹാർഷായിരിക്കും, ചിലപ്പോൾ എന്നോടും ചിലപ്പോൾ ഹാർഷായിട്ട് പറയും. പക്ഷേങ്കിൽ അത് എനിക്ക് അവൻ്റെ കഴിവുകൾ കാണുമ്പോഴത്തേന് അത് ഞാനിതെല്ലാം മറന്നുപോകും. ജസ്റ്റിൻ, സന്ധ്യങ്കൾ, റിജോ, നമ്മുടെ അനു, ഈ നമ്മുടെ സ്കൂളിൻ്റെ ഒരു നടുതൂണാണ് ഇവർ 4 പേര്. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, എനിക്ക് മറ്റേ ആൾക്കാരെ കുറിച്ച് അറിയത്തില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മുടെ ആൾക്കാർ നമ്മുടെ സ്കൂളിൽ വരണം. എനിക്കത് എൻ്റെ ഒരു നിർബന്ധം. കഴിവത് ഞാൻ അവരെ കൊണ്ടുവരും. കാരണം നമ്മുടെ ഭാഷ അറിയുന്നത്, നമ്മുടെ രീതികൾ അറിയുന്നത് നമ്മുടെ ആൾക്കാർക്ക് പറ്റത്തുള്ളൂ. അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ്. ഇവിടുത്തെ പ്രിൻസിപ്പൽ ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് പ്രയാസം ഉണ്ടാകും, പക്ഷേങ്കിൽ ഇത്ര നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകുന്നത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകും. ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ഞങ്ങൾ തമ്മിലും ചില വാക്തർക്കം വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ സ്കൂളിന് അതൊരിക്കലും അഫക്റ്റ് ചെയ്യത്തില്ല. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. നമ്മുടെ സ്റ്റാഫ് എല്ലാവരോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങളെ ഒരിക്കൽ കൂടെ എല്ലാ സന്തോഷം അറിയിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഒരു അവസരം തന്ന തീർച്ചയായിട്ടും എനിക്കൊരു ഇഷ്ടമുള്ള പള്ളിയാണ് ഇത്. വരാൻ എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്. കാരണം 2017 ജനുവരി മാസം ഒരു ദനഹ നടത്താൻ വേണ്ടി ഞാൻ വന്നു. ജോൺ ഷാമലച്ചൻ പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു വേറെ അച്ഛന്മാരാരും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് കോൾ വന്നു സജീവനച്ഛൻ്റെ, അച്ഛൻ പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അച്ഛപ്പാ. ആദ്യമായിട്ട് ലക്നൗ വരുന്ന അന്നും ഇന്നും ഒരു വ്യത്യാസമില്ല. ആ സ്നേഹം തന്നെ അന്നും ഇന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തന്ന എല്ലാ സന്തോഷത്തിനായിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഗോളുകളായിട്ട് പിക്നിക്കിൽ വരാൻ പോവുകയാണ്. അവിടുത്തെ പള്ളിയിലെ സർവീസ് ഞങ്ങളെല്ലാം കൂടുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നമ്മുടെ ട്രസ്റ്റി ഷാജി വർഗീസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ലെനി അച്ഛൻ, ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് 2 നന്ദി നമുക്ക് പ്രദർശിപ്പിക്കാനാണ്. ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ലെനി അച്ഛനോടാണ്. അച്ഛൻ കഴിഞ്ഞ 4 വർഷക്കാലം
ഈ ഇടവകയിൽ വികാരിയായി സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു. നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും കുടുംബത്തോടുമുള്ള എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ പ്രാർത്ഥന കൊണ്ടും ആത്മീയ നേതൃത്വം കൊണ്ടും നല്ല മനസ്സോടെ ലക്നൗ ഇടവക ജനങ്ങളെ 4 വർഷക്കാലം ചേർത്ത് പിടിച്ച് നല്ല നിർദ്ദേശങ്ങൾ നൽകിയ വലിയ സ്നേഹത്തിനുടമയായ ബഹുമാനപ്പെട്ട അച്ഛനും കുടുംബത്തിനും ഇടവകയുടെ നാമത്തിലുള്ള എല്ലാ മംഗളങ്ങളും നേരുന്നു. അടുത്തതായി നന്ദി പറയുന്നത് തുടക്കത്തിൽ സ്വാഗത പ്രസംഗം നിർവഹിച്ച സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിജു തോമസിനോടുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇന്നത്തെ ഈ ചെറിയ യാത്രയയപ്പ് പ്രോഗ്രാമിന് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചയായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് തോമസ് ജോണിനോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി പുതിയ സ്ഥലത്തേക്ക് യാത്രയാകുന്ന അച്ഛനും കുടുംബത്തിനും ഇടവകയുടെ നാമത്തിലുള്ള എല്ലാ യാത്രാമംഗളവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യാത്രയിൽ കോർഡിനേറ്റ് ചെയ്ത ബിജുവിനുള്ള പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. പുതിയ ടെക്നോളജി എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബിജുവിനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം എന്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, പ്രാർത്ഥന കേട്ടിടുന്നവനേ, പ്രാർത്ഥന കേട്ടു നിനക്കായി യാചന നൽകണമേ. കരുണ്യവാനായ പിതാവാമേക്ക് സ്വർഗ്ഗസ്ഥനായ തിരുസനത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളും നീയോട് നിശ്ചയിക്കും. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നീ പോകുന്നതെല്ലാം കൂടെ ഉണ്ടായി വാഗ്ദാനം ചെയ്തു. അതിന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും സാന്നിധ്യത്തിൽ ഞങ്ങൾ അനുഭവിച്ചു. നീ ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നാട്ടിലും അനുഭവിക്കുന്ന ശക്തി നൽകുന്നതിനാണ് ഈ പരിശുദ്ധ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കണമേ. എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കണമേ. തമ്പുരാനെ കർത്താവേ, ഈടവകയുടെ കർത്താവേ, ഓരോ ദിവസങ്ങളിൽ ഇതിന്റെ ഓരോ ഭവനങ്ങൾക്ക് പത്രവും ഓർമ്മയായിട്ട് നല്ല അനുഗ്രഹങ്ങളെ ഒരിക്കലും പ്രയാസത്തിലും വേദനയിലും അങ്ങനെ വന്ന ജീവിതത്തിലുള്ള സാഹചര്യം കൊണ്ട് ഇവിടെ നാം ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോകുവാൻ ഈ ദേവാലയം സ്ഥാപിതമായിരിക്കും ആ മനുഷ്യന്റെ പിതാവിന്റെ മധ്യസ്ഥതയും ദൈവാനാഥയും എല്ലാ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്കും കാരണമായി ഇടവകയ്ക്ക് അധ്വാനിക്കുന്ന പരമ്പരയെ ബലപ്പെടുത്തണം. ചെറുതുവലും സഹായം ഇടവകയ്ക്ക് ചെയ്തവരെ നാം അയച്ചിട്ടുണ്ട്. കരുണാസമ്പന്നനായ വലിയ കരങ്ങൾ ഈടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളെയും ഇടവകയുടെ മനുഷ്യയും ഭാരവാഹികളെയും അനുഗ്രഹീതമായിട്ട് പുതിയ അനുഭവത്തിലേക്ക് പുതിയ സന്തോഷത്തിലേക്ക് പുതിയതായിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് സഹായിക്കുന്നു. നൽകി നിന്റെ അടുത്ത് വരുവാൻ ശുശ്രൂഷയിൽ സമർപ്പിക്കുവാൻ അനുഗ്രഹിച്ചു. ശുശ്രൂഷയിൽ സ്വീകരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, ശുശ്രൂഷകളെയും പോകുന്നിടത്തെല്ലാം കൃപ ഉണ്ടായിരിക്കണമേ. പോകുന്നിടത്തെല്ലാം കർത്താവിന് ഉണ്ടായിരിക്കണമേ. സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുസനത്തിലേക്ക് അയക്കുന്ന എല്ലാ വ്യക്തികളും ആവശ്യമായി സഹായിക്കും.
ഞങ്ങളുടെ നിറഞ്ഞു പോയ എല്ലാ ഭാഗ്യങ്ങളും ആശ്വാസം നൽകണം. ഒരുമിച്ച് വീണ്ടും കാണുവാനും സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. സന്തോഷം എപ്പോഴും നിലനിൽക്കുവാനും തമ്പുരാനെ പ്രാർത്ഥന എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി നിലനിൽക്കുന്ന ഏകജാതവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ഇപ്പോൾ അവരുടെ കൃപയും അനുഗ്രഹങ്ങളും ഇപ്പോഴും ഉണ്ടായിരിക്കുവാനാകട്ടെ. മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒരു ഫോട്ടോ മിസ്സിംഗ് ആണ്. കമ്മിറ്റിക്കാരെല്ലാവരും